ഇന്നത്തെ അവ്യക്തവാണിയുടെ സാരം. രഹംദിൽ और बेहद की വൈരാഗ്യവൃത്തി. ദയാമനസ്കതയും പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും. ദയാമനസ്കതയും പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. 31/3/1990 അവ്യക്തവാണിയാണ്. റിവൈസ് മുരളി. പിന്നെ ബാബ ഈ 2 വിഷയങ്ങളെ കുറിച്ചാണ് എടുത്തു പറയണം. അത്രത്തോളം നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ ദയാമനസ്കരാകണം. ബാബ പല സ്ഥലങ്ങളിൽ സ്വയത്തോട് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ദയ കാണിക്കണു അതേപോലെ സ്വയത്തോടും ബാബ ദയ കാണിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആ ദയ കാണിക്കുന്നത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ്? അതേപോലെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയെക്കുറിച്ചും. तो आज लवफुल और मर्सीफुल बाप दादा अपने समान बच्चों को देख रहे हैं. ഇന്ന് സ്നേഹിയും അതേപോലെ കൃപാലുവുമായ ബാബ് ദാദ തനിക്ക് സമാനമായിട്ടുള്ള കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ബാബയ്ക്ക് എപ്പോഴും ആഗ്രഹം എന്താണ്? മക്കളും ആരെ പോലെ ആവണം? അല്ലെ, അച്ഛനെ പോലെയിട്ട് മാറണം, ബാബ് സമാനായിട്ട് മാറണം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. आज बाप दादा विश्व के सर्व अनजान बच्चों को देख रहे थे. ഇനി ബാബ നമ്മളെ മാത്രമല്ല കാണുന്നത്, വിശ്വത്തില് ധാരാളം അജ്ഞാനികളായിട്ടുള്ള കുട്ടികളുണ്ട്, അവരെ കൂടി ബാബ ഇന്ന് കാണുന്നുണ്ട്. ഭലേ അഞ്ജാൻ ഹേ ലേക്കിൻ ഫിർ ഭി ബച്ചേ ഹേ. അവർക്ക് അല്ലെ ബാബയുടെ ജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും അവരും എൻ്റെ മക്കൾ തന്നെയാണ്, അവരും എൻ്റെ കുട്ടികൾ തന്നെയാണ്. ബാപ് ദാദാ കെ സംബന്ധ സെ सर्व बच्चों को देखते हुए क्या अनुभव किया कि मेजॉरिटी आत्माओं को समय प्रति समय किसी न किसी कारण से जाने अनजाने भी वर्तमान समय मर्सी अर्थात रहम की आवश्यकता है. അപ്പൊ ബാബ 2 കൂട്ടരെയും കണ്ടപ്പോ ബാബയ്ക്ക് എന്താ മനസ്സിലായേ? ജ്ഞാനികളായിട്ടുള്ള കുട്ടികളും അതേപോലെ അജ്ഞാനികളായിട്ടുള്ള കുട്ടികളും 2 കൂട്ടരെയും കണ്ടപ്പോ ബാബയ്ക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇതാണ്: മെജോറിറ്റി കുട്ടികളിലും സമയമനുസരിച്ച് ഏതെങ്കിലും കാരണത്താൽ അവർക്ക് ദയയുടെ ആവശ്യകതയുണ്ട്. ഏതെങ്കിലും ചില സമയങ്ങളിൽ അവർക്ക് ദയയുടെ ആവശ്യകത വരുന്നുണ്ട്. അജ്ഞാനികൾക്കാണെങ്കിലും ദയയുടെ ആവശ്യകതയുണ്ട്, അജ്ഞാനികൾക്കാണെങ്കിലും 2 കൂട്ടർക്കും ദയ അഥവാ കൃപയുടെ ആവശ്യം ബാബ കണ്ടു. और आवश्यकता के कारण ही मर्सीफुल बाप को याद करते. അതുകൊണ്ടല്ല എല്ലാവരും ഈശ്വരനെ സ്മരിക്കുന്നത് എങ്ങനെയാണ്? അല്ലെ, മെർസി ഓൺ മീ, അല്ലെ, കൃപ കാണിക്കൂ, ദയ കാണിക്കൂ, കരുണാസാഗര, ദയാസാഗര എന്ന് പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത്. അപ്പൊ ബാബ പറഞ്ഞേ, അതുകൊണ്ട് എല്ലാവരും ഈശ്വരനെ ആ ഒരൊറ്റ കാരണത്താലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. तो चारों और की आवश्यकता प्रमाण इस समय रहम दृष्टि की पुकार है. നാനാവശത്തും ബാബ നോക്കിയ സമയത്ത് ആവശ്യമനുസരിച്ച്, നാനാവശത്തിന്റെയും ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ഈ ദയയുടെ ദൃഷ്ടിയാണ്. ദയയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. क्योंकि एक तो भिन्न भिन्न समस्याओं के कारण अपने मन और बुद्धि का संतुलन न होने के कारण मर्सीफुल बाप को व अपनी अपनी मान्यता वालों को मर्सी के लिए पुकारते हैं. ഒന്ന് വന്നിട്ട് ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം, സമസ്യകൾ കാരണം, പരിതസ്ഥിതികൾ കാരണം മനുഷ്യരുടെ മനസ്സും ബുദ്ധിയും ബാലൻസ്ഡ് അല്ല, സന്തുലന അവസ്ഥയിലല്ല. അത് കാരണത്താൽ എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈശ്വരനോട് ദയ കാണിക്കൂ എന്നും പറഞ്ഞ് ഈശ്വരനെയും വിളിക്കുന്നുണ്ട്. ചിലര് അവരുടെ ഇഷ്ടദേവി ദേവന്മാരെ വിളിക്കുന്നുണ്ട്, പിന്നെ ചില ഗുരുക്കന്മാരെ, അല്ലെ, അവരവരുടെ മാന്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരവശത കാരണമാണ് എല്ലാവരും വിളിക്കുന്നത്, അല്ലെ, ഞങ്ങളുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് ശാന്തമാക്കൂ എന്ന് പറഞ്ഞിട്ട്. चाहे अनजान आत्माएं बाप को न जानने के कारण अपने धर्म पिताओं व गुरुओं को, അല്ലെ, അജ്ഞാനികൾക്ക് ഈശ്വരൻ ആരാന്ന് അറിയില്ലല്ലോ, ബാബ ആരാന്ന് അറിയില്ല. അതുകൊണ്ട് അവരുടെ ഗുരുക്കന്മാരെ, ധർമ്മപിതാക്കൾ, ഇഷ്ടദേവി ദേവന്മാരുടെ മേലെ ദയ കാണിക്കൂ, കൃപ കാണിക്കൂ എന്ന് പറഞ്ഞ് അവരെയും വിളിക്കുന്നുണ്ട്. लेकिन आप सब तो जानते ही हो कि इस समय सिवाय एक बाप परमात्मा के और किसी भी आत्मा द्वारा मर्सी नहीं मिल सकती. പക്ഷെ നമ്മൾ ജ്ഞാനികളായിട്ടുള്ള ആത്മാക്കൾക്ക് ഏതൊരു കാര്യം അറിയാം, അല്ലെ, ആരെ വിളിച്ചിട്ടും കാര്യമില്ല, ഒരേ ഒരു പരംപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും നമ്മുടെ മേലെ കൃപ കാണിക്കാൻ കഴിയില്ല, മറ്റാർക്കും നമ്മുടെ മേലെ ദയ കഴിയില്ല.
भले बाप उनकी इच्छा पूर्ण करने के कारण, भावना का फैने के कारण किसी भी इष्ट को व महान आत्मा को निमित्त बना दे. ഇനി അജ്ഞാനിക ബാബയെ അറിയാത്തതുകൊണ്ട് അവര് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലേ വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതി ഇഷ്ടദേവനിലൂടെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിലൂടെയോ ധർമ്മപിതാക്കളിലൂടെയോ ബാബ ആയിട്ട് ദയ കൊടുക്കുന്നുണ്ടാവും. അത് ശരി തന്നെ, അവരെ നിമിത്തമാക്കി അവരിലൂടെ കൊടുക്കുന്നുണ്ടാവും. എന്നാലും കൊടുക്കുന്നത് ആര് തന്നെയാണ്, അല്ലെ? അവരിലൂടെയാണെങ്കിലും കൊടുക്കുന്ന ആള് ദാതാവ് ഒരേ ഒരു. इसलिए वर्तमान समय के प्रमाण मर्सीफुल बाप बच्चों को भी कहते हैं कि बाप के सहयोगी साथी बुझाएं, आप ब्राह्मण बच्चे हो. അതുകൊണ്ട് ബാബയ്ക്ക് നമ്മളോട് എന്തായിരിക്കും പറയേണ്ടാവുക? നമ്മളെല്ലാവരും ബാബയെ തിരിച്ചറിഞ്ഞ കുട്ടികളാണ്, അല്ലെ? അപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞ കുട്ടികളോട് ബാബ പറയുന്നു, വർത്തമാന സമയത്തനുസരിച്ച് ദയാമനസ്കരനായ ബാബ നമ്മളെ കൊണ്ടും ദയ കാണിക്കാം. എന്നാൽ നമ്മള് ബാബയുടെ സാത്തി സഹയോഗികളായ ഭുജങ്ങളാണ്, ബാബയുടെ വലം കൈകളാണ്, അല്ലെ? ബാബയ്ക്ക് ആവശ്യമുണ്ടോ? ബാബ നമ്മളിലൂടെയാണ് ഓരോ കാര്യങ്ങളും മനുഷ്യർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ സാത്തി സഹയോഗികളായ ഭുജങ്ങൾ ബാബയുടെ, ബ്രാഹ്മണ കുട്ടികള്. तो जिस चीज की आवश्यकता है वह देने से प्रसन्न हो जाते. നിങ്ങൾ അവർക്ക് എന്താണോ ആവശ്യമുള്ള കാര്യം അത് നിങ്ങൾ കൊടുക്കൂ. കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രസന്നാവും. അപ്പോ ബാബ നമുക്ക് തരുന്ന ടൈറ്റിൽ നോക്കൂ. ബാബ മെഴ്സിഫുൾ ആണെങ്കിൽ നമ്മൾ ആരായിരിക്കും? ബാബ കൃപാസാഗർ. നമ്മള് മാസ്റ്റർ മെഴ്സിഫുൾ ആണ്, അല്ലെ? മാസ്റ്റർ കൃപാലുവാണ്, ദയാലുവാണ്. ആപ്കെ ഹി ഭായി ബഹൻ ഹേ. ബാബ പറ നിങ്ങളുടെ തന്നെ സഹോദരങ്ങളല്ലേ, അല്ലെ? നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ചാഹേ സഗേ വാ ലഗേ ഹേ ലേക്കിൻ ഹേ തോ പരിവാർ, അല്ലെ? ബാബ പറഞ്ഞ ചില സമയത്ത് ബാബ പറയില്ല, ഒന്നാനമ്മയുടെ കുട്ടികള്, രണ്ടാനമ്മയുടെ കുട്ടികള്. അതായത് ബാബ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ തന്നെ പരിവാരത്തിലെ അംഗങ്ങളാണല്ലോ. അപ്പൊ ഒരു പരിവാരത്തിലിരിക്കുന്നവർക്ക് ദുഃഖം, വിഷമം അവരനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലല്ലോ, അല്ലെ? അവർക്ക് എന്തു വേണോ കൊടുക്കുക. അപ്നെ പരിവാർ കി അഞ്ചാൻ പരേശാൻ ആത്മാവോ കെ ഊപ്പർ രഹം ദിൽ ബൻ. അപ്പൊ അതുകൊണ്ട് പരവശരായ ആത്മാക്കളുടെ മേൽ, അതും പ്രത്യേകിച്ച് അജ്ഞാനികളുടെ മേൽ തീർച്ചയായിട്ടും ദയ നിങ്ങൾ കാണിക്കണം. അതായത് ദയ പറഞ്ഞ പുറമെയുള്ള ദയ പോരാ. ബാബ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യണു. ബാബ പറഞ്ഞിട്ട് മനസ്സാ സേവയ്ക്ക് 1 മണിക്കൂർ ഫിക്സ് ആക്കണം, അതുകൊണ്ട് ആക്കണു. അപ്പൊ ബാബ പറഞ്ഞ അങ്ങനെയുള്ള പുറമെയുള്ള ദയയല്ല ബാബ ഉദ്ദേശിക്കുന്നത്. ദിൽ സേ രഹമായി, ഉള്ളുകൊണ്ട് അവരോട്, അല്ലെ? നമ്മുടെ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾക്ക് ഉള്ളുകൊണ്ടൊരു സഹതാപം അവരോട് തോന്നുമല്ലോ. അപ്പൊ അതേപോലെ ബാബ പറഞ്ഞ ഉള്ളുകൊണ്ടുള്ള ദയ അവരെ പ്രതി തോന്നണം. വിശ്വക്ക് അഞ്ചാൻ ആത്മാവും കേലി ബീരഹം. അതായത് ബാബ 2 പരിവാരം ഉദ്ദേശിക്കുന്നുണ്ട്. ബ്രാഹ്മണ പരിവാരത്തിലുള്ളവരെ പ്രതിയും ദയ തോന്നണം, വിശ്വത്തിലെ അജ്ഞാനികളെ പ്രതിയും ദയ തോന്നണം. और साथ साथ ब्राह्मण परिवार के पुरुषार्थ की तीव्र गति के लिए व स्व उन्नति के लिए रहम दिल की आवश्यकता है. ബ്രാഹ്മണ പരിവാരത്തില് പുരുഷാർത്ഥത്തിന്റെ തീവ്രഗതിക്ക് വേണ്ടിയിട്ട്, പുരുഷാർത്ഥത്തിനായിട്ട്, സ്വ ഉന്നതിക്കായിട്ടുള്ള ദയയും നിങ്ങൾ കാണിക്കണം, അല്ലെ? അജ്ഞാനി ആത്മാക്കളെ പ്രതിയും ദയ കാണിക്കണം. ബ്രാഹ്മണ പരിവാരത്തില് നമ്മൾ ബാബയെ തിരിച്ചറിഞ്ഞ മക്കളില് അവർക്കും സ്വപുരുഷാർത്ഥത്തിന്റെ ഉന്നതിക്കായിട്ട്, തീവ്രഗതിക്കായിട്ടുള്ള ദയയും അവരോട് കാണിക്കണം. അതായത് പുരുഷാർത്ഥത്തിനായിട്ട് നമ്മളും ഹെൽപ്പ് ചെയ്യണമെന്ന്, അല്ലെ? അവരുടെ തീവ്ര പുരുഷാർത്ഥത്തിനായിട്ട്. സ്വ ഉന്നതി के लिए स्व पर जब रहम दिल बनते हैं तो रहम दिल आत्मा को सदा बेहद की वैराग्य वृत्ति स्वतः ही आती है. ഇനി ബാബ ദയാ മനസ്കരായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി വരുമെന്നുള്ളതിനെ കുറിച്ച് പറയാണ്. അതായത് ആരാണ് സ്വ ഉന്നതിക്കായിട്ട് പ്രയത്നിക്കുന്നത്, സ്വപുരുഷാർത്ഥത്തിനായിട്ട് പ്രയത്നിക്കുന്നത്? സ്വ ഉന്നതി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അവനവനെ പ്രതി ദയ കാണിക്കുക, അല്ലെ? എന്റെ ഉന്നതിക്കായിട്ട് ഞാൻ എന്ത് ചെയ്യണു? എന്നെ പ്രതി ദയ കാണിക്കണു. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വതവേ തന്നെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി വരും. മനസ്സിലായില്ലേ? ആരാണോ സ്വ ഉന്നതിക്കായിട്ട് സ്വയത്തെ പ്രതി ദയ കാണിക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വതവേ തന്നെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി വരിക തന്നെ ചെയ്യും. स्व के प्रति भी रहम हो कि मैं कितनी ऊंचते ऊंच बाप की वही आत्मा हूं. സ്വയത്തെ പ്രതി എന്താണ് ദയ കാണിക്കണ്ടേ? ഞാൻ ഉയർന്നതിലും ഉയർന്നതായ ഭഗവാന്റെ സന്താനമാണ്, ഏറ്റവും ഉയർന്ന പരംപിതാ പരമാത്മാവിന്റെ സന്താനാണ്. और वही बाप समान बनने के लक्ष्यधारी हूं. എനിക്ക് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്?
അതേപോലെ ബാബയ്ക്ക് സമാനം ഉയർന്നതിലും ഉയർന്നായിട്ട് മാറും. ആ ലക്ഷ്യം धारणा ചെയ്തിരിക്കുന്നവരായിരിക്കണം. उस प्रमाण ओरिजिनल श्रेष्ठ स्वभाव व संस्कार में अगर कोई कमी है तो अपने ऊपर दिल का रहम कमियों से वैराग्य दिला देगा. അപ്പോ നമുക്ക് ബാബയ്ക്ക് സമാനമായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്വഭാവ സംസ്കാരവും ഇതുപോലെ ഇരിക്കണം. ബാബ് സമാൻ ശ്രേഷ്ഠായിരിക്കണം. ശ്രേഷ്ഠ സ്വഭാവ സംസ്കാരങ്ങളായിരിക്കണം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനിയിപ്പൊ അഥവാ അതിലെന്തെങ്കിലും കുറവ് നമ്മളിൽ ഉണ്ട് എങ്കിൽ, നമ്മുടെ ദുർബലത കാരണം, ആ ദുർബലതയ്ക്കുമേൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരിധിയില്ലാത്ത വൈരാഗ്യം കൊണ്ടുവരണം, ദിൽസെ കൊണ്ടുവരണം, ഹൃദയം കൊണ്ട് കൊണ്ടുവരണം. അല്ലെ, ബാബയ്ക്ക് സമാനമുള്ള ശ്രേഷ്ഠ സംസ്കാരമല്ല ഇത്, അല്ലെ, എൻ്റെ ഉള്ളിലുള്ള ദൗർബല്യമാണ്, കുറവുകളാണെന്ന് മനസ്സിലാക്കി ഉള്ളുകൊണ്ടുള്ള വൈരാഗ്യം, ആ ഒരു കുറവിനുമേൽ നമ്മളെ പ്രതി കൊണ്ടുവരണം. അതിനെയാണ് സ്വയത്തിനുമേലുള്ള ദയ എന്ന് പറയണം. അതായത് നമ്മളെ നന്നാക്കുക, അല്ലെ, സ്വോന്നതിക്കായിട്ട് നമ്മൾ പുരുഷാർത്ഥം ചെയ്യാം. ബാപ്ദാദ आज यही रूहरुहान कर रहे थे कि सभी बच्चे नॉलेज में तो बहुत होशियार है. ഈ ബാബ നോക്കിയ സമയത്ത്, അല്ലെ, ചില സമയത്ത് ബാബ നാളൊരു മുരളിയിലും പറഞ്ഞല്ലോ, കുട്ടികൾ ബാബയെക്കാളും നന്നായിട്ട് ജ്ഞാനമൊക്കെ പറയണവരാണ്, ദാദിമാരെക്കാളും നന്നായിട്ട് ജ്ഞാനം പറയണവരാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ളവര്. പക്ഷെ ബാബറുടെ നോളേജിൽ എല്ലാവരും സമർത്ഥശാലികളാണ്, വളരെ നല്ല രീതിയിൽ വിവേകം എല്ലാവരിലും ഉണ്ട്. पॉइंट स्वरूप तो बन गए, लेकिन हर कमजोरी को जानने की पॉइंट्स जानते भी है, यह होना चाहिए, करना नहीं चाहिए, यह जानते हुए भी पॉइंट स्वरूप बनना, और जो कुछ व्यर्थ देखा सुना अपने से हुआ उनको फुल स्टॉप की पॉइंट लगाना नहीं आता. അതായത് കുട്ടികൾക്ക് പോയിന്റുകളൊക്കെ ഓർമ്മ വരും. ഇന്ന സാഹചര്യത്തിൽ ഇതാണ് ബാബ പറഞ്ഞിരിക്കുന്നത്, ഇത് ചെയ്യാൻ പാടില്ല, ഇതേ ചെയ്യാൻ പാടുള്ളൂ. പോയിന്റുകളൊക്കെ കുട്ടികൾ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എന്താവണില്ല? പോയിന്റ് സ്വരൂപമാകണില്ല, അല്ലെ, ആ പോയിന്റിനെ നമ്മള് സ്വരൂപത്തിലേക്ക് പകർത്തുന്നില്ല, ധാരണ ചെയ്യണില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞു പോയതിനെ ഫുൾ സ്റ്റോപ്പ് ഇടാനും സാധിക്കുന്നില്ല. പോയിന്റ് ഓർമ്മ വരുന്നുണ്ട്. ഏത് പോയിന്റ്? ജ്ഞാന ബിന്ദുക്കൾ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ ബിന്ദു സ്വരൂപമായിട്ട് മാറാൻ സാധിക്കണില്ല. ആ ബിന്ദുക്കളുടെ ജ്ഞാന ബിന്ദുക്കളുടെ സ്വരൂപം മാറാൻ ആ സമയത്ത് കഴിയണില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും ഓർമ്മ ഒരു ബാബ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെ. അതേപോലെ കഴിഞ്ഞു പോയതിനെ ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടും മറന്നു പോവാണ്. പോയിന്റ്സ് तो है, लेकिन पॉइंट स्वरूप बनने के लिए विशेष क्या आवश्यकता है? പോയിന്റുകൾ എത്രയാ ബാബ തരുന്നത്? ഒരു മുരളി തന്നെ, അല്ലെ, നമ്മൾ ഒരു മുരളിയിൽ തന്നെ എത്ര പോയിന്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. പക്ഷെ പോയിന്റ് സ്വരൂപമാകുന്നതിനുള്ള വിശേഷ ആവശ്യകത, ആ പോയിന്റ് സ്വരൂപമായിട്ട് മാറാൻ വേണ്ടി എന്താണ് ആവശ്യം ചോദിക്കുകയാണ് ബാബ. പോയിന്റ് സ്വരൂപമായിട്ട് മാറെങ്കിൽ എന്തായിരിക്കും വേണ്ടത്? ഇപ്പൊ ബാബ പറഞ്ഞില്ലേ, നമ്മുടെ മുരളിയുടെ ടൈറ്റിൽ ഏതല്ലേ? ബാബറിന് അവനവന്റെ മേൽ ദയ, മറ്റുള്ളവരുടെ മേൽ ദയ. അവനവന്റെ മേൽ ദയുണ്ടെങ്കിൽ, അതേപോലെ മറ്റുള്ളവരുടെ മേൽ നമുക്ക് ദയാമനസ്കത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിന്റ് സ്വരൂപമായിട്ട് മാറാൻ കഴിയും. ഭക്തി മാർഗ് में भी सच्चे भक्त होंगे व आप भी सच्चे भक्त बने हो, आत्मा में रिकॉर्ड भरा हुआ है ना. ഭക്തിയിലും സത്യമായ ഭക്തർ അങ്ങനെയാണ് അത്രേ. അവനവന്റെ മേൽ ദയുണ്ടെങ്കിൽ അതിനായിട്ട്, നല്ല ഭക്തിക്കായിട്ട് അവർ എത്ര കഠിനമായിട്ടുള്ള പരിശ്രമവും ചെയ്യും. അപ്പൊ ബാബ ചോദിക്കുക, നിങ്ങളും സത്യമായ ഭക്തരായിരുന്നില്ലേ? ഏറ്റവും ഫസ്റ്റത്തെ ഭക്തർ ആര് തന്നെയാണ്? സത്യമായ ഫസ്റ്റ് ഭക്തി ചെയ്തവര് നമ്മൾ തന്നെയാണ്. അപ്പൊ നിങ്ങളിൽ ആ ഭക്തിയുടെ സംസ്കാരം നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സത്യമായ ദയാസ്വയത്തിന് മേൽ കാണിക്കുന്ന ആ സംസ്കാരം നിങ്ങളിൽ റെക്കോർഡായി നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. तो सच्चे भक्त सदा रहमदिल होते हैं, इसलिए वे पाप कर्म से डरते हैं. സത്യമായിട്ടുള്ള ഭക്തർ എങ്ങനെയെന്ന് അറിയൂ? അവര് എപ്പോഴും പാപകർമ്മം ചെയ്യുന്നതിൽ നിന്നും ഭയക്കും. അയ്യോ, പാപം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ചിന്ത ഭഗവാൻ ശിക്ഷിക്കും, അല്ലെ. അതാണല്ലോ ഭക്തിയിൽ പറയാറുള്ളത്. പാപകർമ്മം ചെയ്യുന്നതിൽ നിന്നും അവര് ഭയക്കാറുണ്ട്. ബാപ്സെ നഹി ഡർത്തെ ലേക്കിൻ പാപസെ ഡറെ. അല്ലെ, ചിലരുണ്ട് അവര് ഭഗവാനെ ഭയക്കുന്നില്ല, പാപം ചെയ്യുന്നതിൽ നിന്നും ഭയക്കാറുണ്ട്. ഇസ്ലേ കൈ പാപകർമ്മസെ ബച്ചേ ഹുയെ രഹത്തെ. അതുകൊണ്ട് സത്യമായിട്ടുള്ള ഭക്തര് പാപകർമ്മം അവര് ചെയ്യില്ല, അത് ചെയ്യുന്നതിൽ നിന്നും അവര് വേറിട്ടിരിക്കും, മുക്തമായിരിക്കും. तो ज्ञान मार्ग में भी जो यथार्थ रहमदिल है उसमें 3 बातों से किनारा करने की शक्ति होती है. അപ്പൊ ആ സത്യമായ ഭക്തരിൽ എങ്ങനെയാണോ പാപകർമ്മത്തിനോട് അവർക്ക് ഭയം ഉണ്ടാവുന്നത്, അതേപോലെ ബാബ പറഞ്ഞ ജ്ഞാനമാർഗത്തിലും
ആരാണോ യഥാർത്ഥ ദയാമനസ്കരായ കുട്ടികൾ, അവനവനെ പ്രതി ദയ കുട്ടികള്, അവര് 3 കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കും പറയാ ബാബ. 3 കാര്യത്തിൽ നിന്നും സ്വയത്തെ അകറ്റാൻ ശക്തി അവരിൽ ഉണ്ടാവും അത്ര. ജിസ്മേ റഹം നഹി ഹോത്ത വേ സമജ്തേ ഹുയേ ജാൻതേ ഹുയേ 3 ബാങ്കേ പരവശ് ബൻ ജാത്തെ. പക്ഷെ ആർക്കാണോ സ്വയത്തിനുമേൽ അറ്റൻഷൻ കൊടുക്കണ്ട, അതായത് സ്വയത്തിനുമേൽ ദയയില്ലാത്തവര്, അവർ ഈ 3 കാര്യത്തെയും ശ്രദ്ധിക്കില്ല, അവരാകെ ഇതിൽ പരവശപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ ആ 3 കാര്യങ്ങൾ ബാബ പറയുന്നത് ഇതാണ്: അൽ ബേലാപ്പൻ, ഈർഷ്യ ഓർ ഘൃണ. ഈ 3 കാര്യത്തിൽ അവരെന്ത് ചെയ്യും? സ്വയത്തെ അകറ്റി നിർത്തുക. അതായത് അലസത, അസൂയ, വെറുപ്പ്. അലസത, അസൂയ, വെറുപ്പ്. ഈ 3 കാര്യത്തിൽ നിന്നും സ്വയത്തെ അകറ്റി നിർത്താനുള്ള ശക്തി ആർക്കുണ്ടാവുന്നത്? ആരാണോ സത്യമായ അല്ലെ, ആർക്കാണോ സ്വയത്തിന്റെ മേലെ ദയ തോന്നുന്നത്, കൃപ തോന്നുന്നത്. കൊയ് ബി കംസോറി വാ കമി കാ കാരൺ. ഇപ്പൊ ബാബറിന് ഏതൊരു ദുർബലതയാണെങ്കിലും അല്ലെങ്കിൽ കുറവാണെങ്കിൽ അതിനുള്ള കാരണം ഈ 3 കാര്യങ്ങളിൽ നിന്ന് അത്ര ഉണ്ടാകുന്നത്. 3 കാര്യങ്ങളിലാണ് മെയിൻ ആയിട്ടുള്ള അറ്റൻഷൻ നമുക്ക് വേണ്ട പറയാ ബാബ. और जो रहमदिल होगा वह बाप के साथी धर्मराज की सजा से किनारा करने की शुभ इच्छा रखते. അപ്പൊ സ്വയം അവനവനെ പ്രതി ഉന്നതിക്കായിട്ട് ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യും? അവർക്ക് ഈ 3 കാര്യങ്ങളെ പ്രതിയുള്ള അറ്റൻഷൻ ഉണ്ടാവുന്നുള്ളത് മാത്രമല്ല, ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്നും അകന്നു നിൽക്കണം എന്നുള്ള ശുഭ ഇച്ഛയും അവർക്കുണ്ടാവും. കാരണം ഇതിൽ അടിമപ്പെട്ടാലും ധർമ്മരാജന്റെ ശിക്ഷകൾ കിട്ടുമല്ലോ. അപ്പൊ അതിൽ നിന്ന് മുക്തമാവണം, സ്വയത്തെ അകറ്റി നിർത്തണം എന്നുള്ള ശുഭ ഇച്ഛകൾ അവരിൽ ഉണ്ടാവും. ജैसे भक्त डर के मारे अलबेला नहीं होते, ऐसे ब्राह्मण आत्माएं बाप के प्यार के कारण धर्मराज पुरी से न करने पड़े, इस मीठे डर से अलबेले नहीं होते. ബാബ നോക്കൂ, ഭക്തര്, സത്യമായ ഭക്തരും സത്യമായ ജ്ഞാനികളും തമ്മിൽ ആ ഒരു താരതമ്യം ചെയ്യണം ബാബ. സത്യമായ ഭക്തർ എന്ത് ചെയ്യുന്നു പറഞ്ഞു? അവര് പാപകർമ്മത്തെ ഭയക്കുന്നു, അതുകൊണ്ട് അവർ അലസരാകുന്നില്ല, അല്ലെ, പാപകർമ്മം അവർ ചെയ്യണില്ല. അതേപോലെ സത്യമായ ബ്രാഹ്മണ ആത്മാക്കള് ബാബയോടുള്ള സ്നേഹം കാരണം ധർമ്മരാജപുരിയിലേക്ക് പോകണ്ടേ, ധർമ്മരാജപുരി മറികടക്കണമല്ലോ എന്നുള്ള മധുരമായ ഭയം കാരണം. എന്തുകൊണ്ട് മധുരമായ ഭയം എന്ന് പറയണ? ബാബയോടുള്ള സ്നേഹമുണ്ട്, അല്ലെ, സ്വയത്തെ അതിലേക്ക് കയറ്റരുത് കയറ്റരുത് എന്നുള്ള ഒരു ചിന്തയുണ്ട്. ആ ഒരു മധുരമായ ഭയം കാരണം അവർ അലസരാകുന്നില്ല സത്യമായ ജ്ഞാനികള്. ബാപ് കാ പ്യാർ ഉസ്സേ കിനാര കരാദേത്ത. അതായത് മധുരമായ ഭയം എന്ന് പറയാൻ കാരണം ബാബയുടെ സ്നേഹമാണ് അതിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. ഏതിൽ നിന്നും? ധർമ്മരാജന്റെ കോർട്ടില് കയറുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് ബാബയോടുള്ള സ്നേഹമാണ്. അപ്നെ ദിൽ കാ രഹം അൽബേലാപ്പൻ സമാപ്ത കരുതേത്ത. അവനവനെ പ്രതിയുള്ള ദയ, അല്ലെ, അതും ഹൃദയത്തിൽ നിന്നുള്ള ദയ അലസതയെ സമാപ്തമാക്കുന്നു. और जब अपने प्रति रहम भावना आती है तो जैसे वृत्ति स्मृति वैसे सर्व ब्राह्मण सृष्टि के प्रति स्वतः ही रहमदिल बनते हैं. അങ്ങനെ ഏത് കുട്ടികൾക്കാണോ അവനവനെ പ്രതി ദയ തോന്നുന്നത്, സ്വതവേ തന്റെ കൂടിയുള്ള ബ്രാഹ്മണ ആത്മാക്കളെ പ്രതി ദയ തോന്നും. മനസ്സിലായില്ലേ? അത് സ്വതവേ തന്നെ ഉണ്ടാകുന്നതാണ്. ഏതുപോലെയാണോ നമ്മുടെ വൃത്തി സ്മൃതി, അതിനനുസരിച്ച് സൃഷ്ടി, അല്ലെ, സൃഷ്ടി പറഞ്ഞാൽ നമുക്ക് ചുറ്റുഭാഗത്തുള്ളവർ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുന്നവരെ പ്രതി നമുക്ക് ദയ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോ ആ രീതിയിൽ ദയ കാണിക്കുന്നുണ്ടോ ചോദിക്കേണ്ട ബാബ. അവനവനെ പ്രതി ദയാഭാവന ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പ്രതി ഉണ്ടാവും. ഇതാണ് യഥാർത്ഥ ജ്ഞാനയുക്തമായ ദയ. മനസ്സിലായില്ലേ? ബാബ പറഞ്ഞു ജ്ഞാനയുക്തമായ ദയാർത്ഥ ഇതാണ്. ബിനാ ജ്ഞാൻ കെ രഹം കഭി നുക്സാൻ ബി കർത്താ ഹെ. പക്ഷെ ജ്ഞാനയുക്തമായ ദയയല്ല നിങ്ങളിലെങ്കിൽ ബാബ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരുത്തി വെക്കുക. അതെങ്ങനെ നഷ്ടം വരുത്തി വെക്കണത്? ജ്ഞാനയുക്തമായ ദയയെക്കുറിച്ചാണ് ഇപ്പൊ ബാബ പറഞ്ഞത്, അല്ലെ, അവനവനെ പ്രതിയും ദയ, അല്ലെ, ഞാൻ ഒരിക്കലും പാപകർമ്മത്തിലേക്ക് പോകരുത് എന്നുള്ള ദയ. അതേപോലെ ദയ മറ്റുള്ള ആത്മാക്കളെ പ്രതി ഉണ്ടാവണം. അതുകൊണ്ട് അവരെ നമ്മൾ പിടിച്ച് എഴുന്നേൽപ്പിക്കും. അവരും പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെയും പിടിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പൊ ബാബ പറയണ ജ്ഞാനം കൂടാതെയുള്ള ദയ തീർച്ചയായിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരും. लेकिन ज्ञान युक्त रहम कभी भी किसी आत्मा के प्रति ईर्ष्या व घृणा का भाव दिल में उल्पन्न नहीं करेगा.
ആരാണോ ജ്ഞാനയുക്തരായ കുട്ടികൾ അല്ലെങ്കിൽ ജ്ഞാനയുക്തരായ ദയുള്ള കുട്ടികൾ, അവർക്ക് ഒരു കാര്യങ്ങളും വരില്ല. ഒന്ന് അലസത വരില്ല, അതുകൊണ്ട് മറ്റുള്ളവരെയും അലസരായിട്ടിരിക്കാൻ അനുവദിക്കില്ല. പിന്നെന്താ, അസൂയ ഉണ്ടാവില്ല, വെറുപ്പും ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു ഈ ഭാവം ഒരിക്കലും ഹൃദയത്തിൽ അവരുടെ ഉൽപ്പന്നമാകില്ല. മനസ്സിലല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിലും ജ്ഞാനയുക്ത ഭാവനയുണ്ട് പറയാ ബാബ. ज्ञानयुक्त रहम के साथ साथ स्वयं की रूहानियत का रुहाब भी अवश्य होता है. അതായത് ആത്മീയതയോടുള്ള ദയയാണത്, ജ്ഞാനയുക്തമായ ദയയാണല്ലോ. സാധാരണ ലോകത്തിലും ഒരാൾക്ക് മറ്റൊരാളെ പ്രതി ദയ തോന്നും അല്ലെ, ഒരു സഹതാപം തോന്നും അല്ലെ, ഒരു പക്ഷെ അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. സഹതാപം മാത്രമേ ഉള്ളൂ. അയ്യോ അവര് പാവം അങ്ങനെ ആയില്ലേ എന്നുള്ളൊരു സഹതാപം. പക്ഷെ ഇവിടെ ബാബ ആ ഒരു സഹതാപമല്ല നമ്മളോട് പറയുന്നത് അല്ലെ. നമുക്ക് ഇതിലൊക്കെ ചെയ്തു കൊടുക്കണം, അവരെ ഉയർത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അതിനെയാണ് ബാബ പറയുന്നത് ജ്ഞാനയുക്തതയോടൊപ്പം ആത്മീയതയും ഉണ്ട്. ആത്മീയ ഉന്നതിക്കായിട്ട്, ആ വ്യക്തിയുടെ ആത്മീയ ഉന്നതിക്കായിട്ട് നമ്മൾ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം. അക്കേല റഹം നഹി ഹോത്ത, ഇവിടെ ഒറ്റയ്ക്ക് ദയ മാത്രം നടക്കില്ല, പിന്നെയോ ആത്മീയതയോടു കൂടിയിട്ടുള്ള ദയ ആവശ്യമാണ്. അത് രണ്ടെണ്ണത്തിന്റെയും ബാലൻസ് വേണം. ആത്മീയത വിടാനും പാടില്ല, എന്നാ പിന്നെ ദയ ഉണ്ടാവും ചെയ്യണം. പക്ഷെ ലോകത്തിൽ എന്താണ്, ആത്മീയതയില്ലല്ലോ, ദയ മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ അവരുടെ സഹതാപത്തിൽ നമ്മളും പെട്ടുപോകും അല്ലെ. ചിലര് കണ്ടിട്ടില്ലേ, എന്തെങ്കിലൊക്കെ അവരുടെ ഫീലിങ്സ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് കരയും. കാരണം എന്താ, ദയുണ്ട്, പക്ഷെ നമുക്കൊന്നും അവരെ പ്രതി ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അതാണ് ആത്മീയതയും ദയയും രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. अगर ज्ञानयुक्त रहम नहीं साधारण रहम है तो किसी भी आत्मा के प्रति चाहे लगाव के रूप में चाहे कमजोरी से उसके ऊपर प्रभावित हो सकते हैं. ഇനി ആത്മീയത ഇല്ലാത്ത ദയയുടെ റിസൾട്ടും ബാബ പറയുന്നുണ്ട്. ആത്മീയ ഇല്ലാത്ത ദയ നമ്മൾ ഒരാളെ പ്രതി വെക്കുകയാണെങ്കിൽ അവരോടുള്ള അറ്റാച്ച്മെന്റ് കാരണമോ അവരുടെ ഏതെങ്കിലും ദുർബലത കാരണമോ നമ്മൾ അവരുടെ മേലെ പ്രഭാവിതരാകും. അതായത് അവരുടെ ആ വൈബ്രേഷനിലേക്ക് നമ്മളും പെട്ടുപോകും, നമ്മളും ഫീലിംഗിലേക്ക് വരും. അവരെങ്ങനെയാണോ അതുപോലെ അല്ലെ. ബാബ ചില സമയത്ത് പറയില്ലേ, നമ്മൾ ചിലപ്പോൾ കൈ കൊടുക്കും അവരെ എഴുന്നേൽപ്പിക്കാനായിട്ട്, പക്ഷെ നമ്മളും എന്ത് ചെയ്യും, അവരോടൊപ്പം കുഴിയിൽ വീഴുന്നു. അപ്പൊ അതുകൊണ്ട് ആത്മീയത ഇല്ലാത്ത ദയ എന്ന് പറയുമ്പോൾ പ്രഭാവിതരായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ആ ആത്മാവിനെ പ്രതി വെറുപ്പും പാടില്ല, എന്താ ഇവരിങ്ങനെ എന്നുള്ള വെറുപ്പും പാടില്ല, പ്രഭാവിതരാകാനും പാടില്ല. ഇത് രണ്ടും പാടില്ല. ക്യോങ്കി ആപ് തൻ മൻ ബുദ്ധി സഹിത് ബാപ്കെ ഊപ്പർ പ്രഭാവിത് ഹോ ചുക്കേ ഹോ അല്ലെ. നമ്മൾ അതുകൊണ്ട് ആരുടെ എന്ത് കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിലും അല്ലെ, അവരുടെ വിഷമം നിറഞ്ഞ കാര്യമായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിലും ബാബ പറയണ നിങ്ങളുടെ ബുദ്ധി എപ്പോഴും ബാബയിൽ കണക്റ്റഡ് ആയിരിക്കണം അല്ലെ. നിങ്ങൾ എപ്പോഴും തന്റെ ശരീരം മനസ്സ് ബുദ്ധി ഉപയോഗിച്ച് ബാബയിൽ പ്രഭാവിതരായി കഴിഞ്ഞു കഴിഞ്ഞാല് ആത്മാക്കളുടെ ദുർബലതകളിൽ നമ്മൾ പ്രഭാവിതരാവില്ല. जब मन और बुद्धि एक के तरफ और ऊंचे तरफ प्रभावित हो चुकी है तो फिर दूसरे के ऊपर प्रभावित कैसे हो सकते. ഇത് ബാബ ചോദിക്കുകയാണ് കുട്ടികളെ, അതായത് മനസ്സും ബുദ്ധിയും ഭഗവാനിൽ പ്രഭാവിതരായി, നിങ്ങളുടെ ബാബയുടെ ഗുണങ്ങളില് ബാബയുടെ വിശേഷതകളില് അല്ലെ ബാബയുടെ മഹിമകളില് നമ്മൾ പ്രഭാവിതരായി കഴിഞ്ഞു. പിന്നെ ഏത് ആത്മാക്കള് നമ്മുടെ മുന്നിൽ വന്നാലും അവരിൽ എങ്ങനെ നമ്മൾ പ്രഭാവിതരാ, അവരവരുടെ വിഷമം കേൾപ്പിക്കുമ്പോ അല്ലെ, അവരുടെ സങ്കടങ്ങളെ കേൾപ്പിക്കുമ്പോ അല്ലെ, അവരുടെ കാര്യം നമ്മളെ പ്രതി കേൾപ്പിക്കുമ്പോ അവരെ ഉയർത്തണം എന്നുള്ള ഭാവന വേണം നമുക്ക് വരാൻ. അല്ലാണ്ട് അവരുടെ ആ ഒരു ഇതിൽ പാവം ഇതൊക്കെ അനുഭവിക്കണമല്ലോ, പാവം ഇവരിങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ള ഒരു ദയ മാത്രല്ല നമ്മളിൽ വരേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ ദയ വന്ന് എന്ത് സംഭവിക്കും? പ്രഭാവിതരാവും. അവരുടെ ആ ഒരു വിഷമത്തിൽ നമ്മൾ പ്രഭാവിതരായിട്ട് മാറും. अगर दूसरे के ऊपर प्रभावित होते तो उसको क्या कहते हैं. ഇനി ബാബ ചോദിക്കുക, ആരാണോ അവരുടെ അല്ലെ ബാബയിലേക്ക് പ്രഭാവിതരാകാതെ മറ്റുള്ളവരുടെ ഫീലിങ്സിൽ നമ്മൾ പ്രഭാവിതരാകുന്നത്, അവരെ ബാബ അവരുടെ എന്താ പറയാന്നറിയോ? ബാബയ്ക്ക് കൊടുത്ത വസ്തു നിങ്ങൾ വീണ്ടും എടുത്ത് യൂസ് ചെയ്തു അല്ലെ. നമ്മുടെ ശരീരവും മനസ്സും ധനവും അല്ലെ സമയവും സങ്കല്പവും ഒക്കെ ബാബയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും അതിനെടുത്ത് ഉപയോഗിച്ചു. അപ്പൊ കൊടുത്തതിനെ ഉപയോഗിച്ചാൽ ബാബ പറയുന്ന സമ്പാദ്യത്തിൽ നഷ്ടം വരും. കൊടുത്തതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സമ്പാദ്യത്തിൽ നഷ്ടം വരും. ജബ് മൻ ബുദ്ധി ദേ ദിയ തോ ഫിർ ആപ്കി രഹി കഹാ ജോ പ്രഭാവിത് ഹോത്തെ. നിങ്ങൾ മനസ്സും ബുദ്ധിയൊക്കെ ഭഗവാനിൽ അങ്ങോട്ട് വെച്ചു എങ്കിൽ, നമ്മൾ ഒരു സാധനം ലോക്കറിൽ വെക്കണ പോലെ മനസ്സും ബുദ്ധിയൊക്കെ ഭഗവാന്റെ ഹൃദയമാകുന്ന ലോക്കറിൽ
നമ്മൾ വെച്ചുവെങ്കിൽ പിന്നെ ബാബ ഒരെണ്ണം അവരിലേക്ക് മനസ്സും ബുദ്ധിയും കൊടുക്കാനായിട്ട് എവിടുന്ന് കിട്ടണം? കാരണം എവിടെയുള്ളത്? ലോക്കറിലല്ലേ ഉള്ളത്, ഭഗവാന്റെ ഹൃദയത്തിലല്ലേ ഉള്ളത്. അപ്പൊ പിന്നെ അവരുടെ ഇതിലേക്ക് പ്രഭാവിതമാവാൻ എവിടുന്ന് മനസ്സും ബുദ്ധി നിങ്ങൾക്കുണ്ടായി? അപ്പൊ പിന്നെ എടുക്കാതെ ഉണ്ടാവില്ലല്ലോ അല്ലെ? അവരിലേക്ക് പ്രഭാവിതമാകണു അർത്ഥം നമ്മൾ അവിടുന്ന് എടുത്തത് കൊണ്ടാണ് ആയത്. അപ്പൊ ബാബ പറഞ്ഞ സമ്പാദ്യത്തിൽ നഷ്ടം തന്നെയാണ്. तो बाप के हवाले कर दिया है या आदि रखी आदि दी. അപ്പൊ അതിൽ ബാബ നമ്മളോട് ചോദിക്കുകയാണ്, നോക്കൂ, നിങ്ങള് ബാബയിൽ പൂർണ്ണമായിട്ടും നൽകിയോ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും? അതോ പകുതി ആ ലോക്കറിൽ വെച്ചിട്ട് പകുതി എടുത്ത് ഇവിടെയും കൊടുത്തോ ചോദിക്കുക ബാബ അല്ലെ? പകുതി വെച്ച് പകുതി കൊടുത്തു മറ്റുള്ളവർക്ക്, അതോ പൂർണ്ണമായിട്ടും നിങ്ങളെ ബാബയിൽ വെച്ചോ? പൂർണ്ണമായിട്ടും വെച്ചവര് ആണോ പകുതി ബാബയ്ക്ക് കൊടുത്ത് പകുതി വേറെ കൊടുത്തു? ആരാണോ പൂർണ്ണമായിട്ടും വെച്ചവര് അവരോട് ബാബ കൈ ഉയർത്താൻ പറയാ. ആരാണോ മനസ്സും ബുദ്ധിയും ബാബയില് പൂർണ്ണമായിട്ട് അർപ്പിച്ചവര്. देखो ब्राह्मण जीवन का फाउंडेशन महामंत्र क्या है? ഇനി ബാബ ചോദിക്കുകയാണ്, നോക്കൂ, ബാബയുടെ ബ്രാഹ്മണ ജീവിതത്തിന്റെ മുഖ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മഹാമന്ത്രം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ മഹാമന്ത്രം? മന്മനാഭവ അല്ലെ? ഇപ്പൊ നമ്മുടെ ഈ മാസത്തെ ഹോംവർക്ക് ആണല്ലോ മന്മനാഭവ. മന്മനാഭവയാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ മഹാമന്ത്രം. അപ്പൊ മന്മനാഭവയായില്ലേ? മന്മനാഭവ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുക, അതാണ് മന്മനാഭവ. तो ज्ञान सहित रहमदिल आत्मा कभी किसी के ऊपर चाहे गुणों पर सेवा के ऊपर किसी भी प्रकार के सहयोग प्राप्त होने के कारण ആത്മാ पर പ്രഭാവിത് नहीं हो सकता. അപ്പൊ ബാബ ജ്ഞാനയുക്തമായ ദയയെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ജ്ഞാനയുക്തമായിട്ടുള്ള ദയാമനസ്സുള്ള ആത്മാവ് ഒരിക്കലും ആരുടെ ഗുണങ്ങളുടെ മേലായിക്കോട്ടെ അവരുടെ സേവനത്തിലായിക്കോട്ടെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള സഹയോഗം അവരിൽ നിന്നും ലഭിക്കുന്നത് കാരണം കൊണ്ടായിക്കോട്ടെ ആ ആത്മാവിൽ ഒരിക്കലും അവര് പ്രഭാവിതരാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ ബാബ പറയണ്, ബേഹദ് കെ വൈരാഗ്യ ഹോനെ കെ കാരൺ बाप के स्नेह सहयोग साथ इसके सिवाय और कुछ दिखाई नहीं देगा. നേരത്തെ ബാബ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ആരിലാണോ ദയയുള്ളത് അവർക്കുണ്ടാകുന്ന ഒരു സംസ്കാരമാണ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. അപ്പൊ ആ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഉള്ളത് കാരണം ബാബയുടെ സ്നേഹം സഹയോഗം അല്ലാതെ അവരുടെ കണ്ണിൽ മറ്റൊന്നും കാണപ്പെടില്ല. ബാബയുടെ കൂട്ടുള്ളത് കൊണ്ടാണ് എനിക്കിതിന് സാധിക്കുന്നത്, ബാബയുടെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് എന്നെ കൊണ്ട് ഇതിന് കഴിയണത്. അപ്പൊ ആ ആത്മാവിന് എന്തെങ്കിലും നമുക്ക് സഹയോഗം നൽകുകയാണെങ്കിലും നമുക്ക് ആരെ ഓർമ്മ വരും? ഞാൻ കൊടുക്കണമെന്ന് ഓർമ്മ വരില്ലേ? ബാബയുടെ സ്നേഹം, ബാബയുടെ സഹയോഗം, ബാബയുടെ കൂട്ട്, ഇത് കൂടാതെ അവരുടെ മുന്നിൽ മറ്റൊന്നും കാണപ്പെടില്ല. ഞാൻ കൊടുക്കണമെന്നുള്ളതല്ല, ബാബയെ അവര് കാണാൻ പറയണം. അപ്പൊ അത്രയും പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഉള്ളിലുണ്ടെങ്കിലേ അല്ലെ ബാബയെ മാത്രം കാണാൻ പറ്റുള്ളൂ എന്ന് പറയണം. ബുദ്ധിമേ അയാഗേഹിനി, ഒരിക്കലും ബുദ്ധിയിലേക്ക് വരില്ല എനിക്ക് അല്ലെ ഞാൻ കൊടുക്കണു, അല്ലെങ്കിൽ ഞാനൊരു ഇത് കൊടുത്ത കാരണം കൊണ്ടാണ് അവര് ഈ രീതിയിൽ ഇരിക്കണേ. ബുദ്ധിയിൽ ഒരിക്കലും ബാബ പറഞ്ഞ അവരെ പ്രതിയുള്ള പ്രഭാവം ഉണ്ടാവുകയില്ല. തുംഹേസെ ഉഠു, ബാബ എപ്പോഴും പറയില്ലേ, ബാബയുടെ കൂടെ ഇരിക്കുക, ബാബയുടെ കൂടെ ഉറങ്ങുക അല്ലെ, അങ്ങയുടെ കൂടെ കഴിക്കുക, കർമ്മയോഗിയാവുക. യഹി സ്മൃതി സദാ ഉസ് ആത്മാക്കോ രഹത്തി. അപ്പൊ ആരിലാണോ ഈ അതേപോലെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഉള്ളത് ആ ആത്മാവിൽ എപ്പോഴും ഇത് തന്നെ ഇരിക്കും. ബാബയുടെ കൂട്ട് അല്ലെ, ബാബയുടെ കൂടെ ഇരിക്കുക, ബാബയുടെ കൂടെ എഴുന്നേൽക്കുക, ബാബയുടെ കൂടെ ജീവിക്കുക. ഭലെ കോയി ശ്രേഷ്ഠ ആത്മാ ദ്വാരാ സഹयोग മിൽത്താ ഭി ഹേ ലേക്കിൻ ഉസ്കാ ഭി ദാതാ കോൺ ഹേ. ഇനി നമുക്ക് ആരെങ്കിലും സഹയോഗം നൽകുന്നുണ്ടെന്ന് വിചാരിക്കാം, ഏതെങ്കിലും നിമിത്താത്മാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രേഷ്ഠ ആത്മാക്കളോ അല്ലെ, അവരിൽ നിന്ന് നമുക്ക് സഹയോഗം കിട്ടുന്നുണ്ടാവും ചിലപ്പോ. പക്ഷെ എന്നാലും ബുദ്ധി ആരിലേക്ക് പോളൂ? ഇവരുടെ ബാബയിലേക്ക്. കാരണം ബാബയാണ് ദാതാവ്. ആ ദാതാവിലേക്ക് വേണം ബുദ്ധിയോഗം പോകാനായിട്ട്. സഹയോഗമുള്ളൂ. ബാബ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും കാരണം സേവനാണെങ്കിൽ ഇപ്പൊ സഹയോഗം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുകയാണ്, നമുക്ക് ചിലപ്പോ മുതിർന്നവരുടെ സഹയോഗം വേണ്ടി വരും കരകയറാനായിട്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ ദാതാവിനെ ഒരിക്കലും ഭക്തിയിൽ നിന്നും കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ശ്രീമതം ആരുടെ മാത്രാണ്? ഒരേ ഒരു ബാബയുടേത്. कोई निमित्त आत्मा आपको बाप की श्रीमत की स्मृति दिलाती है
तो उनकी श्रीमत नहीं कहेंगे. ഇപ്പൊ ഏതെങ്കിലും ഒരു നിമിത്ത ആത്മാവ് നമുക്ക് ഡയറക്ഷൻ തരികയാണെങ്കിൽ അവരെന്താ പറയാ, ബാബ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പറയണു അതനുസരിക്കൂ എന്നാരും പറയില്ലല്ലോ. ബാബയുടെ ശ്രീമത്തിനെ ഫോളോ ചെയ്യൂ. और औरों को भी फॉलो कराने के लिए स्मृति दिलाते हैं. ആ നിമിത്താത്മാവ് എന്തേ ചെയ്യുന്നുള്ളൂ, ബാബയുടെ ശ്രീമത്ത് സ്വയം ഫോളോ ചെയ്ത് മറ്റുള്ളവർക്കും ആ ശ്രീമത്തിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാബ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ. ബാബ അങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കണേ, അല്ലെ? അത് ബാബയുടെ ശ്രീമത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഡ്യൂട്ടി മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ, ആരാണോ നമുക്ക് സഹയോഗം നൽകുന്ന നിമിത്താത്മാക്കൾ അവരും ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് അവരുടെ ഇഷ്ടം പറയുന്നില്ല പറയാണ് ബാബ. നിമിത്ത ആത്മായെ ശ്രേഷ്ഠ ആത്മായെ കബി യഹ്നഹി കഹെങ്കി മേരി മത് പർ ചലോ, എന്റെ ഇതിനനുസരിച്ച് നടക്കുമെന്ന് അവര് പറയോ? ഇല്ലല്ലോ. അവര് പറയുന്നത് ആരുടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടല്ല ഇവരെന്താ ഇങ്ങനെ പറയണേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പറയണ പറയാ ബാബ, അല്ലെ? ബാബയുടെ ശ്രീമത്താണ് പറയുന്നത്. മേരി മത് ഹി ശ്രീമത് ഹി യഹ്നഹി കഹെങ്കി, എന്റെ ശ്രീമതമാണെന്ന് പറയില്ലല്ലോ ആരും, അല്ലെ? ശ്രീമത്ത് എന്നുള്ള വാക്കിൽ തന്നെ എന്തടങ്ങിയിട്ടുണ്ട്, അല്ലെ? ശ്രേഷ്ഠമായ ഡയറക്ഷൻ, അത് ഭഗവാന്റേതാണല്ലോ. ശ്രീമത് की फिर से स्मृति दिलाते हैं, इसको कहते हैं यथार्थ सहयोग लेना और सहयोग देना. അപ്പൊ എങ്ങനെയാണോ നമ്മുടെ മുതിർന്നവര് ശ്രീമത്ത് നമുക്ക് സ്മൃതി ഉണർത്തി തരുന്നത്, അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്കും ബാബയുടെ ശ്രീമത്ത് നൽകണം. അതിനെയാണ് യഥാർത്ഥ രീതിയിൽ സഹയോഗം എടുക്കുക എന്നും പറയുന്നത്, യഥാർത്ഥ രീതിയിൽ സഹയോഗം നൽകുക എന്നും പറയാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കലല്ല, പകരം എന്ത് ചെയ്യാണ്, ബാബയുടെ ശ്രീമത്തിന്റെ സ്മൃതി, ബാബ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവർക്ക് സ്മൃതി ഉണർത്തി കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ, അല്ലെ? ചില സമയത്ത് ചിലരുടെ മനസ്സ് ആ പരിതസ്ഥിതികളിൽ പെട്ടുപോയിട്ട് പ്രഭാവിതരായിട്ടോട്ട് അവർക്ക് ബാബയുടെ മുരളി പോയിന്റ് ഓർമ്മിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ സ്മൃതി ഉണർത്തി കൊടുക്കുകയാണ്. ബാബ അങ്ങനെ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇത് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വാസ്തവത്തില് ബാബ എല്ലാം പറയുന്നുണ്ട്, അല്ലെ? ബാബ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സമയത്തിനനുസരിച്ച് പോയിന്റിന്റെ സ്വരൂപമായിട്ട് മാറാൻ കഴിയില്ല എന്ന് മാത്രം. അപ്പൊ അതിന് ബാബ നിമിത്താത്മാക്കളുടെ സഹയോഗം എടുക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തോ ദീദി ദാദി കാ ശ്രീമത് നഹി കഹെങ്കെ, ദീദിയുടെയും ദാദിയുടെയും ശ്രീമത്തല്ല. നിമിത്ത ബനെ ഹേ श्रीमत की शक्ति स्मृति दिलाते हैं, इसलिए कोई भी आत्मा के ऊपर प्रभावित नहीं होना. അപ്പൊ അതുകൊണ്ട് ബാബ നിമിത്തമാക്കിയിരിക്കുന്നത് തന്നെ, ഓരോരുത്തരെ നിമിത്തമാക്കിയിരിക്കുന്നത് തന്നെ ശ്രീമത്തിന്റെ ശക്തി സ്മൃതി ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതേപോലെ നമുക്കും അതുണ്ടായിരിക്കണം. ഞാൻ നിമിത്തമായിരിക്കുന്നത് ഇവർക്ക് ബാബയുടെ ശ്രീമത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ഞാൻ എന്റെ ഇതിലൂടെ അവരെ നന്നാക്കണു എന്നുള്ളതല്ല. ഞാൻ നിമിത്തമായിരിക്കുന്നത് ഇവർക്ക് ബാബയുടെ ശ്രീമത്തിന്റെ സ്മൃതി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാൽ അവരുടെ മേലെ ഒരിക്കലും പ്രഭാവിതരാകരുത്. अगर किसी भी बात में किसी पर प्रभावित होते हैं, चाहे उसके नाम की महिमा, रूप पर व किसी विशेषता पर, तो लगाव के कारण प्रभावित होने कारण बुद्धि वहां अटक जाएगी. ഇനി പ്രഭാവിതരായി കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റെപ്പ് പറയണ ബാബ, അവിടെ ബുദ്ധി കുടുങ്ങിപ്പോവും. അപ്പൊ ഏതെങ്കിലും കാരണത്താൽ അവരുടെ പേരിലോ രൂപത്തിലോ വിശേഷതകളിലോ ഏതിലെങ്കിലും നമ്മൾ പ്രഭാവിതരായി കഴിഞ്ഞാൽ, ജാനകി ദാദിയുടെ ശബ്ദം ഉണ്ടല്ലോ, അടക് ഇടക് ചട്ടക് എന്നൊക്കെ പറഞ്ഞ ദാദി 3 ശബ്ദങ്ങൾ പറയും. അതായത് പ്രഭാവിതരാകുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ബുദ്ധി കുടുങ്ങിപ്പോവുക. അഗർ ബുദ്ധി അടക് ഗൈ തോ ഉഡ്തി കല ഹോ നഹി സക്ത, അല്ലെ? ബുദ്ധി കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ ചിറക് പിടിച്ച് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കില്ല, അവർക്ക് പറക്കാനായിട്ട് കഴിയില്ല, പറക്കുന്ന കലയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്നെ ഊപ്പർ ബി പ്രഭാവിത് ഹോത്തെ, ചിലരുണ്ടല്ലോ അവനവന്റെ മേലെ പ്രഭാവിതരാക്കും. അപ്പൊ ബാബ എത്ര പറഞ്ഞ് മറ്റുള്ളവരുടെ മേലെ പ്രഭാവിതരാകരുത് എന്നാണ്, അല്ലെ? അവരുടെ വേറെ എന്തെങ്കിലും വിശേഷതകളിലൊക്കെ. പക്ഷെ ചിലരുണ്ടല്ലോ അവനവന്റെ മേലെയും പ്രഭാവിതരാകും. അതെങ്ങനെ അവനവന്റെ മേലെ എങ്ങനെ പ്രഭാവിതരാവണേ? അവനവന്റെ ചിലര് പറയില്ലേ, എന്റെ നല്ല പ്ലാനിങ് ബുദ്ധിയാണ്, അല്ലെ? എന്നെ പോലുള്ള ബുദ്ധി ഇപ്പൊ വേറെ ആർക്കും ഇല്ല. എനിക്ക് എന്റെ ജ്ഞാനമുണ്ടല്ലോ, ജ്ഞാനം കേൾപ്പിക്കുന്ന രീതി വളരെ നല്ലതാണ്. പിന്നെന്താ, എന്റെ സേവനം എന്നെ പോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ, അല്ലെ? ഞാൻ എന്റെ ബാബ എപ്പോഴും പറയുമല്ലോ, ഞാൻ എന്നുള്ള ഭാവന, അല്ലെ? ചിലര് പറയും ഇത്ര മേരി ഇൻവെന്റർ ബുദ്ധി, അല്ലെ? എന്താ പറയാ, ഇൻവെൻഷൻ, കണ്ടുപിടുത്തത്തിന്റെ ഒരു ബുദ്ധിയാണ്. ഏതൊരു കാര്യം പെട്ടെന്ന് കണ്ടുപിടിച്ച്
അതിനെ ഇതാക്കാനുള്ള ഒരു ബുദ്ധിയാണ്. എന്നെ പോലെ ഗുണവാൻ വേറെ ആരും ഇല്ല. അങ്ങനെയൊക്കെ സ്വയത്തിന്റെ മേലെ പ്രഭാവിതരാകരുത്. ഈ വിശേഷതകള് നിങ്ങളുടെ പ്ലാനിങ് ബുദ്ധി ആയിക്കോട്ടെ, നിങ്ങളുടെ സേവനത്തിന് നിമിത്തം നിങ്ങളെ ആക്കിയതൊക്കെ ആരാ നമുക്ക് ബുദ്ധി തന്നത്? അല്ലേ? ചിലര് ബാബയുടെ സ്വതവേ അവരിലെ ജന്മസിദ്ധമായിട്ട് ബുദ്ധി ഉണ്ടാവും. പക്ഷെ ബാബയുടെ അടുത്ത് വരുമ്പോഴേക്കും ആ ബുദ്ധി എന്ത് ചെയ്യും? ഒന്നും കൂടി ബാബ 10 മടങ്ങ് വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പൊ ബാബ ഒരു മാലൂം ധാക്യ कि सेवा क्या होती है, इसलिए स्व उन्नति के लिए यथार्थ ज्ञानयुक्त रहमदिल ബന്ന ബഹുത് ആവശ്യകത ഹെ. അതുകൊണ്ട് മനസ്സിലായില്ലേ, സ്വയത്തെ പ്രതി ആണെങ്കിലും ജ്ഞാനയുക്തമായിട്ടുള്ള ദയ വേണം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തിലേക്ക് വരും. സ്വയത്തെ പ്രതി ആണെങ്കിലും മറ്റുള്ളവരെ പ്രതി ആണെങ്കിലും ജ്ഞാനയുക്തമായ ദയാമനസ്കതയുടെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്വ ഉന്നതിക്കായിട്ട് യഥാർത്ഥ രീതിയിലുള്ള ജ്ഞാനയുക്ത ദയാമനസ്സിന്റെ ഭാവന വേണം. അല്ലെങ്കിൽ ബാബ പറഞ്ഞ ഇടയ്ക്ക് ദേഷ്യം വരും, ഇടയ്ക്ക് വിദ്വേഷം വരും, അസൂയ വരും, വെറുപ്പ് വരും, അലസതയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഏതല്ലെങ്കിൽ ജ്ഞാനയുക്തം അല്ലെങ്കിൽ ഈ വക സംസ്കാരങ്ങളൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. തീവ്രഗതി കി കമി കാ മൂൽ കാരണം യഹി ഹെ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ പറയും, അയ്യോ ഞാൻ ധനിച്ചു, ഞാൻ ഇത്രയും പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്രയും സേവനം, നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല? തീവ്രഗതിക്ക് എന്തുകൊണ്ട് കുറവ് വരുന്നു? ഇതാണ്, ഈ 3 മുഖ്യമായിട്ടുള്ള കാരണം. എന്തൊക്കെയാ പറഞ്ഞേ? അലസത, അസൂയ, വെറുപ്പ്. ചാഹെ അപ്നെ ഊപ്പർ ചാഹെ ദൂസരെ കെ ഊപ്പർ. അത് 2 തരത്തിലും. അവനവന്റെ മേലുള്ള ദയയിലും ഈ 3 വിഘ്നം, മറ്റുള്ളവരുടെ മേലുള്ള ദയയിലും ഈ 3 തന്നെയാണ് വിഘ്നം. ജ്ഞാനയുക്ത അല്ലെങ്കിൽ ഈ 3 വിഘ്നായിട്ട് വരും. പിന്നെ അലസത, അത് ബാബ പറഞ്ഞല്ലോ. യഹ്തോ ഹോത്താ ഹി ഹേ അല്ലെ? അലസത അർത്ഥം ബാബ അതിന്റെ ഒരു രൂപരേഖ കേൾപ്പിക്കുകയാണ്. അലസത എന്ന് പറഞ്ഞാൽ ചിലര് പറയും, ഇതൊക്കെ സംഭവിക്കുമല്ലോ, ഇതൊക്കെ ആർക്കാ സംഭവിച്ചിരിക്കുക അല്ലെ, എന്നിൽ സംഭവിക്കുന്നത് മാത്രം ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അതൊക്കെ സമയത്തിനനുസരിച്ച് തന്നെ ആയിക്കോളും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതൊരു അലസതയാണ്. ഇതൊക്കെ അലസതയുടെ ഓരോരോ ചിന്തകളാണ്. बाप दादा ने एक हंसी की बात पहले भी सुनाई कि ब्राह्मण आत्माओं के दूर की नजर बड़ी तेज है. ബാബ ഒരു തമാശയ്ക്ക് ഒരു കാര്യം പറയാണ് അല്ലെ, ബ്രാഹ്മണ ആത്മാക്കൾക്ക് നമ്മൾ ചില സമയത്ത് ലോങ് സൈറ്റ് ഷോർട്സ് എന്നൊക്കെ പറയില്ലേ അല്ലെ, അപ്പൊ അതേപോലെ ബ്രാഹ്മണ ആത്മാക്കൾക്ക് ദൂരെ കാണുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ, അത് ദൂരെയുള്ള ദൃഷ്ടിയാണ് ഏറ്റവും നന്നായിട്ടുള്ളത്, അടുത്തുള്ള ദൃഷ്ടി അവർക്ക് കാണില്ല എന്ന്. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ? ലോങ് സൈറ്റ് അല്ലെ. അതാണത്ര ബ്രാഹ്മണ ആത്മാക്കൾക്കുള്ളത്. അടുത്തുള്ളത് വളരെ കുറച്ചൊക്കെ കാണുള്ളൂ, അല്ലെങ്കിൽ ക്ലിയർ ആയിരിക്കില്ല. ദൂരെയുള്ളത് വളരെ സ്പഷ്ടമായിട്ട് കാണുന്നു. അതിന്റെ അർത്ഥം എന്താ ബാബു ഉദ്ദേശിക്കുന്നുണ്ടാവുക? മറ്റുള്ളവരുടെ കുറവുകളെ പെട്ടെന്ന് കാണും, പക്ഷെ അവനവന്റെ കുറവുകളെ കാണൂല്ല. അപ്പോ അതാണ് ബ്രാഹ്മണ ആത്മാക്കളുടെ ദൃഷ്ടി അല്ലെ. മറ്റുള്ളവരുടെ കുറവുകളെ പെട്ടെന്ന് കാണുന്ന പറയുമ്പോഴാണ് ബാബുവിന് ലോങ് സൈറ്റ് നന്നായിട്ടുണ്ട്, ഷോർട്ട് സൈറ്റ് അടുത്തുള്ള ദൃഷ്ടി കുറവാണ്, അവനവന്റെ ഉള്ളിലുള്ള കുറവിനെ കാണൂല്ല. അപ്പൊ ഇതാണ് ബാബ ഒരു തമാശയുടെ ഒരു കാര്യം പണ്ട് കേൾപ്പിച്ചിരുന്നു പറയണ ബാബ. तो रहम की भावना लवफुल भी है और मर्सीफुल भी. അതുകൊണ്ട് എപ്പോഴും ദയാഭാവന നല്ലതാണ്, പക്ഷെ ദയാഭാവനയോടൊപ്പം സ്നേഹം നിറഞ്ഞ ദയാഭാവന ഇരിക്കണം. അതേപോലെ ഹൃദയത്തിൽ നിന്നുള്ള വൈരാഗ്യം നമുക്ക് ആവശ്യമാണ്. സ്നേഹം നിറഞ്ഞ ദയാഭാവന ഇരിക്കണം. ഇതിലൂടെ മാത്രമേ ഹൃദയത്തിൽ നിന്നുള്ള വൈരാഗ്യം വരുള്ളൂ പറയാണ്. जिस समय सुनते हैं वह भट्टी होती है, रूह रुहान होती है, तो उस समय तो सब समझते कि ऐसे ही करना. അതായത് ബാബ ഉദാഹരണത്തിന് പറയണ, ഇപ്പൊ നോക്കൂ, ഭട്ടി നടന്നു, വലിയൊരു ഭട്ടി മീറ്റിംഗ് നടന്നു, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ജ്ഞാനത്തിന്റെ ചർച്ചയും കാര്യങ്ങളും സ്വോന്നതയുടെ പ്രോഗ്രാമൊക്കെ തയ്യാറാക്കി. അപ്പോ എല്ലാവരും മനസ്സിലാക്കും, ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതുപോലെ തന്നെ ചെയ്യണം അല്ലെ, എനിക്ക് ഇങ്ങനെ തന്നെ നടക്കണം എന്നൊക്കെ എല്ലാവരും ചിന്തിക്കും. तो वह अल्पकाल का वैराग्य आता है. പക്ഷെ അത് അല്പകാലത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാബ പറയുന്ന അല്പകാലത്തെ വൈരാഗ്യം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയണം. ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല. ആ ഒരു ഭട്ടിയുടെ പ്രഭാവം കൊണ്ട് അല്ലെ, ചിലരുടെ പ്രേരണയുടെ പ്രഭാവത്താൽ അലസരായ ശരിയാവില്ല എന്ന് ചിന്തിക്കും. അപ്പൊ കുറച്ചു സമയം ചെയ്യും. പക്ഷെ അപ്പോഴും ദിൽ കാ നഹി ഹോത്ത, ഹൃദയത്തിൽ നിന്നും സംഭവിക്കണില്ല എന്ത്? വൈരാഗ്യം.
ഹൃദയത്തിൽ നിന്നുള്ള വൈരാഗ്യമാണ്. അതാണ് ബാബ പറഞ്ഞ സ്നേഹം നിറഞ്ഞ ദയ. അല്ലെ, ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ അല്ലെ, സ്നേഹവും ദയയും ഒപ്പത്തിനൊപ്പം സദാകാലം നിൽക്കും. മാത്രം സദാകാലം നിൽക്കില്ല എന്ന് അതല്ലേ ബാബ നേരത്തെ പറഞ്ഞില്ലേ. ഫസ്റ്റ് പോയിന്റില് ബാബ എന്താ പറഞ്ഞ, കുട്ടികൾ മധുരമായ ഭയമാണ് ബ്രാഹ്മണാത്മാക്കൾക്ക്. എന്തുകൊണ്ടാ മധുരമായ ഭയം? ബാബയോടുള്ള സ്നേഹമാണ് ധർമ്മരാജന്റെ കയ്യിൽ നിന്നും അകറ്റുന്നത്. അപ്പൊ ആ സ്നേഹം നിറഞ്ഞ ദയ സ്വയത്തോടുണ്ടെങ്കിലേ വൈരാഗ്യവൃത്തി സഹജാവുള്ളൂ. ജോ ബാപ്കോ അച്ഛാ നഹി ലഗ്ത. അപ്പൊ സ്നേഹം നിറഞ്ഞ ദയ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ബാബയ്ക്ക് എന്താണോ ഇഷ്ടപ്പെടാത്തത് അത് അവർക്കും ഇഷ്ടപ്പെടില്ല. ബാബയോടുള്ള സ്നേഹം കാരണം. അപ്നെ ആപ്കോ ബി അച്ഛാ നഹി ലഗ്ത. അല്ലെ, ബാബയ്ക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് അത് അവനവനും ഇഷ്ടപ്പെടില്ല. അവനവനും അതിനെ പ്രതി പരിധിയില്ലാത്ത വൈരാഗ്യം വെക്കും. ലേക്കിൻ ബേഹദ് കെ വൈരാഗ്യ വൃത്തി കാ ഹൽ ചലാओ റഹംദിൽ ബനോ. പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തി കൊണ്ട് ഉഴുതുമറയ്ക്കൂ എന്ന് പറയാണ് ഭൂമി. നമ്മുടെ മനസ്സാകുന്ന ഭൂമിയെ എന്ത് ചെയ്യണം? പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയാൽ ഉഴുതുമറയ്ക്കും. എന്നിട്ട് നിങ്ങൾ ദയ വെക്കുന്ന സമയത്തെ അത് സദാകാലത്തേക്ക് നിലനിൽക്കും. മനസ്സിലായില്ലേ? അപ്പൊ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി നമ്മളിൽ ആവശ്യമാണ്. കൈ ബच्चे बहुत अच्छी अच्छी बातें सुनाते हैं, जब कोई झूठ बोलता तब बहुत गुस्सा आता है. ഇനി ബാബ പറയുന്ന ചില കുട്ടികള് വളരെ മധുരമായ കാര്യങ്ങൾ ബാബയോട് ഇങ്ങനെ ആത്മീയ സംഭാഷണമാണല്ലോ, അല്ല നമ്മൾ യോഗത്തിലിരിക്കുന്നുണ്ട്, എന്നാലും ബാബയുമായിട്ട് ആത്മീയ സംഭാഷണം നടത്തുമല്ലോ. അപ്പൊ ചില കുട്ടികൾ ബാബയോട് പറയാനത്രേ, ബാബ ചിലപ്പോൾ ആരെങ്കിലും അസത്യം പറയുമ്പോഴാണ്, നുണ പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്, അല്ലാതെ എനിക്ക് ദേഷ്യം വരില്ല. ആരുടെയും നാവുന്ന് നുണ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ജൂട്ട് പർ ഗുസ്സ ആത്താ ഹേ, യാ കോയി ഗൽത്തി കർത്താ ഹേ തോ ഗുസ്സ ആത്താ ഹേ. ഒന്നുമില്ലെങ്കിൽ അസത്യം പറയുമ്പോൾ അവരുടെ മേലെ ഞാൻ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവര് തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ മേലെ ദേഷ്യം, അതായത് അവര് ഇങ്ങനെ ചെയ്യുന്നോണ്ടാണ് എനിക്ക് ദേഷ്യം വരണമെന്ന് പറയും. അല്ലാതെ ഞാൻ വെറുതെ ദേഷ്യപ്പെടുന്നില്ല. ഉസ്നെ ജൂട്ട് ബോല യഹ് തോ ടീക് ഹേ ഉസ്കോ സമജ്തേ ഹോ. അപ്പൊ ബാബ അവരോട് എന്താ പറയണമെന്ന് നോക്കൂ. അവര് ശരി അസത്യം പറഞ്ഞു, അത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാലോ. അവര് അസത്യം പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ താങ്കൾ ദേഷ്യപ്പെട്ടത് ശരിയാണോ? അല്ലെ, താങ്കൾ ദേഷ്യപ്പെട്ടത് ശരിയാണോ? തെറ്റിനെ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ശരി. റോങ് കോ കേസേ സംസാ, അതായത് അവര് തെറ്റ് കാണിച്ചു, നമ്മളും തെറ്റ് കാണിച്ചു, അല്ലെ. അവരസത്യം പറഞ്ഞത് തെറ്റാണ്, നമ്മൾ ദേഷ്യപ്പെട്ടതും തെറ്റാണ്. അപ്പൊ ഒരു തെറ്റ് ചെയ്ത വ്യക്തി മറ്റൊരാൾക്ക് എങ്ങനെ തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഉസ്ക അസർ കേസേ ഹോ സക്ത. ഒരിക്കലും നിങ്ങൾ പറഞ്ഞു കൊടുത്താലും അതിന്റെ പ്രഭാവം അവരില് ഏൽക്കില്ല. ഉസ് സമയ അപ്നി ഗൽത്തി കോ നഹി ദേഖ്തേ ലേക്കിൻ ദൂസരെ കി ഝൂട്ട് കി ചോട്ടി ബാത്ത് കോ ബഡാ കർ ദേത്തി. അപ്പൊ സംഭവിക്കുന്ന എന്താണ്? ആ സമയത്ത് അവരുടെ തെറ്റിനെയാണ് നമ്മൾ വലുതായി കാണുക. ഇവര് അസത്യം പറഞ്ഞു, ഇവര് തെറ്റ് ചെയ്തു, അതിനെ നമ്മൾ വലുതായി കാണുന്നുണ്ട്. നമ്മള് ദേഷ്യപ്പെടുന്നതായിട്ടുള്ള തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വലുതായി കാണുന്നില്ല, അതിനെ ചെറുതാക്കുന്നു. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? ആ സമയത്ത് നിങ്ങൾ ദയാമനസ്കരാകും അവരെ പ്രതി. കാരണം അവര് ഏതോ ഒരു ദുർബലതയിൽ അടിമപ്പെട്ടിട്ടാണ് അവർ അസത്യം പറഞ്ഞത്. ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും, ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് ആ പരിതസ്ഥിതി ആയിരിക്കും അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടാവുക, അല്ലെ, തെറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി ദുർബലമാവുകയാണ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ അവരെ പ്രതി ദയാമനസ്കര കാണിക്കൂ. അപ്നി പ്രാപ്ത ഹുയി ബാപ് കി ശക്തിയോ ദ്വാര റഹം ദിൽ ബനോ സഹयोग. കാരണം ആ സമയത്ത് അവർ ദുർബലമായത് കാരണം അവർക്ക് ആവശ്യം എന്താണ്? ശക്തിയാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ബാബയിൽ നിന്നും ശക്തികൾ എടുത്തിട്ട് ആ ശക്തികളിലൂടെ അവർക്ക് സഹയോഗം കൊടുക്കും. അവിടെ ശക്തിയുടെ സഹയോഗം അവർക്ക് നിങ്ങൾ കൊടുക്കണം. ലക്ഷ്യ അച്ഛാ രക്തേ ഹേ ഉൻകോ ജൂട്ട് സേ ബച്ചാ രഹേ. പക്ഷെ ഈ ദേഷ്യപ്പെടുന്ന ആള് ലക്ഷ്യം നല്ലതാണ്. എന്താ ലക്ഷ്യം? ഇവരെ നന്നാക്കണം, അല്ലെ. ഇവരിന്നെ അസത്യം പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇവർ ഇനി തെറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെ. ആ ഒരു ലക്ഷ്യമൊക്കെ വളരെ നല്ലതാണ്. അവരെ നന്നാക്കുക, അല്ലെങ്കിൽ അവരെ രക്ഷിക്കുക അസത്യത്തിൽ നിന്നും. ലക്ഷ്യം നല്ലതാണ്, അതിനായിട്ട് ബാബ നിങ്ങൾക്ക് ആശംസകൾ നൽകുന്നു. പക്ഷെ റിസൾട്ട് ഫെയിൽ അല്ലേ ഉണ്ടാകുന്നത്? അവര് നന്നാവുകയല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ ലക്ഷ്യം അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ ബാബ പറഞ്ഞ റിസൾട്ട് എന്താ ഉണ്ടാവണത്? ഫെയിലാണ്. താങ്കളും ഫെയിലായി, അവരും ഫെയിലായി, അല്ലെ. അവർ അസത്യം പറഞ്ഞു, അതുകൊണ്ട് ഫെയിലായി. നമ്മൾ ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് ഫെയിലായി. അപ്പൊ റിസൾട്ട് നല്ലതായിരുന്നില്ല. तो फल वाला
സോറി, तो ഫെയിൽ വാലെ കോ ക്യാ പാസ് കരായിക. ഞാനേ തോറ്റിട്ടിരിക്കുകയാണ്, അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ജയിപ്പിക്കാൻ കഴിയുക? അല്ലെ? അപ്പൊ തോറ്റിട്ടിരിക്കണവർക്ക് മറ്റുള്ളവർക്ക് അല്ലെ ജയം കൊടുക്കാനായിട്ട് കഴിയില്ല. കൈ ഫിർ സമജ്തേ ഹേ ഹമാരി ജിമ്മേവാരി ഹേ അച്ഛാ ബനാന ആകെ ബഡാന. ഇനി ചിലരെന്തുകൊണ്ട് അത്ര ദേഷ്യപ്പെടണത്? അല്ല, ഓരോ കാരണങ്ങള് കുട്ടികൾ ബാബയോട് സംസാരിച്ചത് ബാബ നമ്മളോട് പറയാണ്. നമ്മൾ ബാബയുമായിട്ട് ആത്മീയ സംഭാഷണം നടത്തുമല്ലോ. അപ്പൊ ബാബ ഇത് കാരണം ഞാൻ ദേഷ്യപ്പെടണേ, ബാബ അത് കാരണം ഞാൻ ദേഷ്യപ്പെടണേ എന്നൊക്കെ നമ്മൾ ബാബയോട് പറഞ്ഞത് ബാബ നമ്മളോട് പറയണു, അത്രേ ഉള്ളൂ. അപ്പൊ ചിലരെന്തോട്ടാ അത്ര ദേഷ്യപ്പെടണേ? എന്റെ ഉത്തരവാദിത്തമാണ് അവരെ നല്ലതാക്കി മാറ്റുക, എന്റെ ഉത്തരവാദിത്തമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക. ആ ഉത്തരവാദിത്തം അല്ലെ ശരിയല്ലാതെ വരുമ്പോഴാണ് എനിക്ക് അവരെ നന്നാക്കണം, പക്ഷെ അവർ ആ രീതിയിൽ നടന്നില്ല, അത് ശരിയാവാതെ വന്നു, അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു. लेकिन जिम्मेवारी निभाने वाला पहले अपनी जिम्मेवारी उस समय निभा रहे हैं या दूसरे की निभाते हो. നിങ്ങൾ മറ്റുള്ളവരുടെ നന്നാവലിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, അത് ശരി തന്നെ. പക്ഷെ സ്വയം തന്റെ ഉത്തരവാദിത്തം സമയത്തിനനുസരിച്ച് നിറവേറ്റിയോ? നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് ബാബ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞില്ലേ, ദുർബലരായിട്ടുള്ളവർക്ക് ശക്തി കൊടുക്കുക. അതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. അവരെ നന്നാക്കാന്നുള്ളത് ഒന്ന്, പക്ഷെ അതിന്റെ വിധി ശക്തി കൊടുക്കലാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റു എന്ന് ആദ്യം നോക്കൂ. കൈ നിമിത്ത ടീച്ചർ ബനത്തെ ഹേ तो समझते हैं छोटों के लिए हम जिम्मेवार है, इनको शिक्षा देनी है, सिखाना. അപ്പൊ നിമിത്തായിട്ടുള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കില്ലേ, എന്റെ കൂടെ നിൽക്കണവര് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ആരെങ്കിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കണുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് പഠിപ്പ് നൽകുക, എന്റെ ഉത്തരവാദിത്തമാണ് അവരെ നന്നാക്കുക, അവരെ പഠിപ്പിക്കുക. ലേക്കിൻ സദൈവ് യഹ സോച്ചോ कि യഥാർത്ഥ നോളേജ് സോഴ്സ് ഓഫ് ഇൻകം होगी. ജ്ഞാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സമ്പാദ്യത്തിന്റെ ഉറവിടമാണ്. ജ്ഞാനത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കണം? സമ്പാദ്യം കിട്ടണം, അല്ലെ? സന്തോഷം കിട്ടണം. സമ്പാദ്യത്തിലൂടെയുള്ള സന്തോഷം നമുക്ക് ലഭിക്കണം. പക്ഷേ നിങ്ങൾ അവർക്ക് ശിക്ഷണം കൊടുക്കുകയും ചെയ്തു, അവർക്ക് സന്തോഷം ലഭിച്ചതുമില്ല, സമ്പാദ്യം കിട്ടിയതുമില്ല. അപ്പൊ ഈ ശിക്ഷണം ശരിയല്ല പറയ ബാബ. അഗർ ആപ്നെ ശിക്ഷ की जिम्मेवारी से शिक्षा दी तो पहले यह देखो उस शिक्षा से दूसरों की कमाई जमा हुई. താങ്കൾ ശിക്ഷകന്റെ പാർട്ട് പ്ലേ ചെയ്ത് ഉത്തരവാദിത്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ശിക്ഷണം നൽകി. പക്ഷെ നൽകി, അത് ശരി തന്നെ, നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ ആ ശിക്ഷണത്തിലൂടെ അവർക്ക് എന്തെങ്കിലും കിട്ടിയോ? പ്രാപ്തി, സമ്പാദ്യം എന്തെങ്കിലും ഉണ്ടായോ എന്നാ ചോദിക്കണം ബാബ, അല്ലെ? അവർക്ക് സമ്പാദ്യം എന്തെങ്കിലും ഉണ്ടായോ? സമ്പാദ്യം ഇല്ലാണ്ട് വെറുതെ നമ്മൾ കറക്ഷൻ മാത്രം കൊടുക്കണതെങ്കിൽ എന്ത് സംഭവിക്കില്ല? ബാബ ഉയർച്ച ഉണ്ടാവില്ല അവരുടെ. സോഴ്സ് ഓഫ് ഇൻകം ഹുവ യാ സോഴ്സ് ഓഫ് ഗിറാവട്ട് ഹുയി. നിങ്ങള് ലക്ഷ്യം വെച്ചത് അവരുടെ ഉയർച്ചയാണ്, പക്ഷെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നോക്കാൻ പറയാണ് ബാബ. അത് ജ്ഞാനത്തിലൂടെ സോഴ്സ് ഓഫ് ഇൻകം ആണോ സംഭവിച്ചത്, സമ്പാദ്യമാണോ സംഭവിച്ചത്, അതോ നഷ്ടമാണോ സംഭവിച്ചത്? അതിനാലാണ് ബാബ്ദാദ എപ്പോഴും പറയുന്നത്, കോയി ബി കർമ്മ കർത്തേ ഹോ, ഏതൊരു കർമ്മം നിങ്ങൾ ചെയ്യണമെങ്കിലും ത്രികാലദർശി സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യൂ. കേവലം വർത്തമാനത്തെ അവരത് ചെയ്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലെ? വർത്തമാനത്തെ മാത്രം നിങ്ങൾ കാണരുത്. ഭാവിയിലെ റിസൾട്ട് അവരുടെ എന്താണെന്നുള്ളതും കണ്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. ജോ പാസ്റ്റ് ആദി അനാദി സ്ഥിതി ബ്രാഹ്മൺ ആത്മാവും കി ധി അബ് ബി ഹേ ആകെ ബി രഹേഗി ഉസി പ്രമാൺ ഹേ. ഇപ്പോഴും നമ്മൾ ബ്രാഹ്മണ ആത്മാക്കളാണ്, ഭാവിയിൽ നമ്മൾ ദേവതകളായി തീരും. പണ്ടും നമ്മൾ അതേ സംസ്കാരമുള്ളവരായിരുന്നു. അപ്പൊ നമ്മുടെ അനാദി ആദി സംസ്കാരത്തെ കണ്ടുകൊണ്ട് ശിക്ഷണം നൽകാൻ പറ. അവരുടെ ഇപ്പോഴത്തെ സംസ്കാരം മാത്രം കണ്ടിട്ട് കൊടുക്കലല്ല, നമ്മുടെ 3 കാലങ്ങളുടെയും സംസ്കാരങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ശിക്ഷണം കൊടുക്കൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ സമ്പാദ്യം ഉണ്ടാവും. ഉണ്ടല്ലേ ബാബ ഏതൊരു മുരളിയിൽ ബാബ എന്തൊക്കെ നമ്മളെ പറയണു, അല്ലെ? എല്ലാ കാര്യങ്ങളും ബാബ പറയും, എല്ലാ കുറവുകളാണെങ്കിലും തെറ്റുകളാണെങ്കിലും അല്ലെ, എല്ലാം ബാബ പറയും, തുറന്നടിച്ച് പറയും. പക്ഷെ നമുക്ക് ബാബയെ പ്രതി എന്തൊരു സ്നേഹാണ്. ബാബ അത്രയും മധുരമായ കുട്ടികളെ എന്ന് വെച്ച് നമ്മുടെ സ്വമാനത്തെ ഉയർത്തി, വിശേഷതകളെ ഉയർത്തി, അല്ലെ? നമ്മൾ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബാബ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ തന്നെ പറയാം. അപ്പൊ ബാബ അതാ പറയാം, ത്രികാലദർശിയായിട്ട് നിങ്ങൾ നോക്കൂ പറയാ ബാബ. तो आप भी है, ആ പ്രമാണമാണോ നിങ്ങൾ ശിക്ഷണം നൽകുന്നത്? തീനോ കാൽ ചെക്ക് കരൂ तो समझा बाप दादा क्या चाहते. അതുകൊണ്ട് ബ്രാഹ്മണരുടെ 3 കാലങ്ങളും സ്പഷ്ടമായിട്ട് നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അവർക്ക് ശിക്ഷണങ്ങൾ നൽകും.
അപ്പൊ മനസ്സിലായോ ബാബ്ദാദ നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെ? നമ്മൾ എങ്ങനെയായി തീരണം എന്നാണ് ബാബ ആഗ്രഹിക്കുന്നത്. ബാബ കാര്യം പറഞ്ഞു തന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. സ്വൗന്നതി തോ കരേങ്കെ ലേക്കിൻ പരിവർത്തൻ ക്യാ ലായെങ്കെ. അപ്പൊ എല്ലാവരും സ്വൗന്നതിക്കായിട്ട് പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട് അല്ലെ? എല്ലാവരും സ്വോന്നതിക്ക് വേണ്ടി പലതരത്തിലുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. ഇനി നിങ്ങളിൽ എന്ത് പരിവർത്തനം കൊണ്ടുവരണം? ചാഹെ മഹാരഥി ഹോ നയേ ഹോ ബാപ് ദാദാക്ക് ഏക് ഹി ശുഭാശ. അത് കുട്ടികളാണെങ്കിലും മഹാരഥികളാണെങ്കിലും ബാബ്ദാദയ്ക്ക് ഒരേ ഒരു ശുഭമായിട്ടുള്ള ആശയാണ് നിങ്ങളെ പ്രതി ഉള്ളത്. ജിത്തന ചാത്തേ ഹേ ഉത്തന അഭി ഹുവാനെ. ആര് എത്രത്തോളം സ്വയത്തെ നല്ലതാക്കണം എന്ന് ആഗ്രഹിക്കുന്നു, സ്വോന്നതിക്കായിട്ട് ആഗ്രഹിക്കുന്നു, അത്രയും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രയും സംഭവിച്ചിട്ടില്ല. ചെയ്യുന്നുണ്ട് എല്ലാവരും, പക്ഷെ ആ ഒരു തീവ്രഗതിയില് അല്ലെ ഒരു എന്തൊക്കെയോ തടസ്സമുണ്ട്. റിസൾട്ട് നിങ്ങൾ കേൾപ്പിക്കുമല്ലോ ചോദിക്കുകയാണ് ബാബ നമ്മളോട്. നിങ്ങളുടെ റിസൾട്ട് എന്താണ്? ബാബ് ദാദ അല്പകാൽ കാ വൈരാഗ്യ നഹി ചാത്തെ. എന്ന് ബാബ പറയുന്നത് എന്ത് തന്നെയാണ്? പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. ചില കുട്ടികളിൽ അല്പകാലത്തെ വൈരാഗ്യവൃത്തിയാണ് ഉള്ളത്. നിജി വൈരാഗ്യായി ബാപ്കോ അച്ഛാ നഹി ലഗ്ത വഹ് നഹി കർണ നഹി സോച്ന നഹി ബോൾന. അപ്പൊ അതുകൊണ്ട് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയെ കുറിച്ച് ബാബ ഒന്നുകൂടി നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാണ്. എന്താണോ ബാബയ്ക്ക് നല്ലതായി തോന്നാത്തത് അത് നമ്മൾ ചെയ്യരുത്, ചിന്തിക്കരുത്, പറയരുത്. ചെയ്യരുത്, ചിന്തിക്കരുത്, പറയരുത്. ബാബയ്ക്ക് അതാണ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ അടയാളം. ഇതിനെയാണ് ബാബ പറയണത് ബാബയോടുള്ള ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം, ബാബയോട് ഹൃദയം കൊണ്ടുള്ള സ്നേഹം. പക്ഷെ ഇപ്പൊ ബാബറിനെ കുറച്ച് മിക്സഡ് ആണ്, ഇത്തിരി കലർപ്പൊക്കെ ഉണ്ട്. കുറച്ച് നമ്മുടെയും കൂടി നമ്മൾ അല്ല ഇഷ്ടം നോക്കുന്നുണ്ട്. ബാബയുടെ മാത്രം ഇഷ്ടമല്ല നമ്മൾ നോക്കണം. കബി ദിൽ കാ പ്യാർ കബി ദിമാഗ് കാ പ്യാർ. എന്താ മിക്സ്? ഇടയ്ക്ക് ഹൃദയം കൊണ്ടുള്ള സ്നേഹം കാണിക്കും ബാബയോട്, ഇടയ്ക്ക് ബുദ്ധി കൊണ്ടുള്ള സ്നേഹം കാണിക്കും. ആ ബാബ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യണം. അതാണ് ബുദ്ധി കൊണ്ടുള്ള സ്നേഹം. മാലാക്ക ഹരേക് മൺക ഹരേക് മൺകെ के साथ समीप हो, स्नेही हो, प्रगति के लिए सहयोगी हो. इसलिए माला रुकी हुई है, क्योंकि माला तैयार होना अर्थात युगल दाने के समान एक दो के भी समीप स्नेही बनना. ബാബയുടെ ബ്രാഹ്മണരുടെ മാല ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഞാൻ മാല ഉണ്ടാക്കൽ നിർത്തി വെച്ചിരിക്കുക പറയാ ബാബ. എന്താ കാരണം? ബാബ പറഞ്ഞ ആരും ആർക്ക് സമാനം ആരെയും തയ്യാറാക്കിയിട്ടില്ല അല്ലെ? ഫസ്റ്റത്തെ 2 മുത്തുകളുണ്ടല്ലോ, ആദ്യത്തെ 2 യുഗൽ മുത്തുകള് ബ്രഹ്മബാബയും മമ്മയും. ബ്രഹ്മബാബയ്ക്കും മമ്മയ്ക്കും സമീപമായിട്ട് ആരും മാറിയിട്ടില്ല. പിന്നെ അത് മാത്രല്ല, മാലയിലെ മുത്തുകളും പരസ്പരം സമീപത്തിരിക്കണല്ലോ അല്ലെ, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കണല്ലോ. ആ ചേർന്നിരിക്കേണ്ട യോഗ്യത ചിലപ്പോ വരും, ചിലപ്പോ വരില്ല. അപ്പൊ ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മാറി മറയുന്നുണ്ട്. ബാബ മാല ഉണ്ടാക്കിയിട്ടില്ല അതുവരെയും പറയാ ബാബ. പെഹലെ 108 की माला बने तब दूसरी बने അല്ലെ? ബാബ 90-ലാണ് പറഞ്ഞത്. അല്ല, ആദ്യം നമുക്ക് അഷ്ടരത്നങ്ങൾ വരണം അല്ലെ, പിന്നീട് 108 തയ്യാറാവണം. അങ്ങനെ 108 മാലെങ്കിലും തയ്യാറായാലേ മറ്റുള്ള 9,00,000-ന്റെയും 16,108-ന്റെ മാല തയ്യാറാക്കാൻ പറ്റുള്ളൂ. तो बाप दादा बहुत बार माला तैयार करने के लिए बैठते हैं. ബാബ പലതവണ മാല കോർക്കാനായിട്ട് ഇരിക്കും അത്രേ. പക്ഷെ ബാബയ്ക്ക് തന്നെ കൺഫ്യൂഷൻ അല്ലെ, ഇതിപ്പോ ഇവരുമായിട്ട് ചേർന്നില്ല, ആദ്യം ചേർത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചേരാതിരിക്കുക, അപ്പൊ വീണ്ടും ബാബ മുത്ത് മാറ്റും അല്ലെ. ഇനിയും മാല കോർക്കുന്നത് തയ്യാറായിട്ടില്ല. മൺകാ മൺകെ കെ സമീപ് തബ് ആത്ത അർത്ഥാത് ബാപ്പ് ഉസ്കോ പുരാത്ത തബി ഹേ ജബ് ഉസ്കെ മൺകെ കെ 3 സർട്ടിഫിക്കറ്റ് ഹോ. കാരണം മാല എന്ന് പറഞ്ഞാല് ഇപ്പൊ പറഞ്ഞില്ലേ, മുത്തുകൾ നമ്മൾ യോജിച്ചിരിക്കണമെങ്കിൽ, ബാബ മാല കോർക്കാൻ തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മുത്തുകൾ നമ്മൾ യോജിച്ചിരിക്കണമെങ്കിൽ 3 സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകതയുണ്ട്. എന്തൊക്കെയാണ് 3 സർട്ടിഫിക്കറ്റ്? ഒന്ന് ബാപ് പസന്ത്, പരിവാസന്ത്, അപ്നെ യഥാർത്ഥ പുരുഷാർത്ഥ പസന്ത്. 3 സർട്ടിഫിക്കറ്റ്. ഒന്ന് ബാബയ്ക്ക് പ്രിയപ്പെട്ടതായിരിക്കും, ബാബയ്ക്ക് പ്രിയപ്പെട്ടതായതിന്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ അടുത്തത് ബ്രാഹ്മണ പരിവാരത്തിന് പ്രിയപ്പെട്ടതായിരിക്കണം. പിന്നെ അവനവന്റെ പുരുഷാർത്ഥത്തോടും പ്രിയം വേണം. ഞാൻ എൻ്റെ പുരുഷാർത്ഥം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും പരിശോധിച്ചിട്ടേ ഞാൻ ഓരോ മുത്തിനെയും സമീപത്ത് അടുത്തടുത്ത് വെക്കുള്ളൂ, മാലയിൽ കോർക്കുള്ളൂ ഞാൻ പറയാ ബാബ. ഈ 3 സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ പാസ്സാവണം.
तीन बातें चेक करते हैं तो मन का हाथ में ही रह जाता, माला में नहीं आता. പക്ഷെ ബാബ എന്താ പറയണെന്നറിയോ? ഈ 3 സർട്ടിഫിക്കറ്റ് ഞാൻ എല്ലാ കുട്ടികളുടെയും നോക്കുമ്പോ ബാബയുടെ കയ്യിൽ തന്നെയാണ് മുത്തിരിക്കുള്ളൂ എന്ന്. മുത്തൊരിക്കലും ഏതിലേക്ക് പോണില്ല, അത്ര മാലയിലേക്ക് പോണില്ല. കാരണം എന്താണ്, ഇടാൻ നോക്കും, അപ്പോഴേക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഫെയിൽ ആയിട്ടുണ്ടാവും. അങ്ങനെ മുത്തുകൾ ഇപ്പൊ എന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. മാലയിലേക്ക് അങ്ങോട്ട് ഞാൻ ഇതുവരെ കോർത്തിട്ടില്ല. കോർക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ 2 മാത്രം. അത് 1990 ബാബ പറഞ്ഞത്. ഇപ്പൊ പിന്നെ നമ്മുടെ ദാദിമാരൊക്കെ സമ്പൂർണ്ണായി അല്ലെ, ഇപ്പൊ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവും ബാബ. तो इस वर्ष कौन सा स्लोगन याद रखेंगे? അപ്പൊ അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, ഈ വർഷം നിങ്ങൾ ഏത് സ്ലോഗനാണ് ഓർമ്മയിൽ വെക്കുക? त्रिमूर्ति बाप और विशेष 3 संबंध द्वारा 3 സർട്ടിഫിക്കറ്റ് लेना. അപ്പോ ത്രിമൂർത്തിയായ ബാബ, ബാബയുടെ 3 വിശേഷ സംബന്ധത്തിലൂടെ ഈ 3 സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേടണം. അതായത് മാലയിൽ കോർക്കപ്പെടണം അല്ലെ. ആ ഒരു അറ്റൻഷൻ വേണം നിങ്ങൾ ഈ ഒരു വർഷം വെക്കാൻ. और औरों को भी दिलाने में सहयोगी बनना. നമ്മളും ഈ 3 സർട്ടിഫിക്കറ്റിൽ പാസ്സാവണം, മറ്റുള്ളവർക്കും ഈ 3 സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിൽ നിങ്ങൾ സഹയോഗം ചെയ്യണം. മാലാക്ക സമീപ്, കാരണം പറഞ്ഞു മുത്ത് മറ്റു മുത്തിനോട് യോജിച്ചിരിക്കണമെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ അവരെയും വരുത്തണം. അപ്പൊ ഞാൻ പാസ്സായി, പക്ഷെ മറ്റുള്ളവരെയും കൂടി എന്റെ സമീപണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവരുടെയും കൂടി 3 സർട്ടിഫിക്കറ്റും പാസ്സാക്കണം. तो सुना स्व उन्नति क्या करनी है. ഈ 3 സർട്ടിഫിക്കറ്റും പാസ്സാവുക എന്നുള്ളതാണ് സ്വ ഉന്നതിയുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. जैसे ब्रह्मा बाप का फाउंडेशन नंबर 1 परिवर्तन में क्या रहा? बेहद का वैराग्य അല്ലെ. ബ്രഹ്മാ ബാബയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ? ബാബ 1932 മുതൽക്ക് ബാബയുടെ സ്വപുരുഷാർത്ഥം ശരിക്കും തുടങ്ങി. 1931-32 മുതൽക്ക് തന്നെ ബാബയ്ക്ക് എല്ലാത്തിനോടും വൈരാഗ്യവൃത്തി വന്നു. അതുകൊണ്ടല്ലേ ബാബ കുറെ നാളുകള് വീട്ടിലേക്ക് വരാണ്ട് അങ്ങനെ തപസ്സൊക്കെ ചെയ്യാനിരുന്നു എന്നൊക്കെ നമ്മൾ അതിദേവനിൽ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഒരുപാട് വർഷം മുൻപേ ബാബയ്ക്ക് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഈ ലോകത്തിനോട് ഉണ്ടായി. അപ്പൊ ബാബ നമ്പർ 1ലേക്ക് വരാനുള്ള ഫസ്റ്റ് പോയിന്റ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയാണ്. ജോ ബാപ്നെ കഹ വഹ ബ്രഹ്മ കിയ. ഇനി ശിവബാബ എന്ത് പറഞ്ഞു അത് ഫസ്റ്റ് ചെയ്ത് കാണിച്ചതും ബ്രഹ്മാ ബാബ തന്നെയാണ്. ഇസ്ലിയെ വിൻ കർക്കെ 1 ബൻ ഗയി. ബാബ അതിൽ ജയിച്ചു കാണിച്ചു, നമ്പർ 1ലേക്ക്. ശിവബാബ പറഞ്ഞത് ചെയ്ത് കാണിച്ചു, ജയിച്ചു കാണിച്ചു, നമ്പർ 1ലേക്ക് ബ്രഹ്മ ബാബ. അച്ഛാ ബാപ്ദാദാ ഹി റിസൾട്ട് ദേഖേംഗെ. ഇനി ബാബ പറയണ, ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഹോംവർക്ക് ഉണ്ടല്ലോ 3 സർട്ടിഫിക്കറ്റ്, അതിന്റെ റിസൾട്ട് ബാബ നോക്കും. ഓരോരുത്തർ അവരവരുടെ സർട്ടിഫിക്കറ്റ് ആദ്യം നോക്കൂ, മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നോക്കാനായിട്ട് നിങ്ങൾ ആദ്യം, അതല്ല ബാബ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണർക്ക് ദീർഘ ദൃഷ്ടിയാണ് കുറച്ച് കൂടുതലുള്ളതെന്ന്. അപ്പൊ ബാബയുടെ മറ്റുള്ളവരുടെ എല്ലാം നോക്കേണ്ടത് അവനവന്റെ ആദ്യം നോക്കുക അല്ലെ. എനിക്ക് എത്രത്തോളം സർട്ടിഫിക്കറ്റിൽ കിട്ടി മാർക്ക്. कई समझते हैं सीजन का आज लास्ट डे है, लेकिन बाप दादा कहते हैं लास्ट नहीं, माला बनने का ഫാസ്റ്റ് സീസൺ കാ ദിൻ ഹെ. ഇത് മാർച്ച് മാസത്തിലായതുകൊണ്ട് ആ ഒരു സീസണിന്റെ ലാസ്റ്റ് ടേൺ ആയിരുന്നു, ബാബ മീറ്റിന്റെ ലാസ്റ്റ് ടേൺ ആയിരുന്നു. അപ്പൊ പലരും ചിന്തിക്കുന്നുണ്ട് ബാബ അത് ലാസ്റ്റ് ടേൺ ഈ വർഷം, ഇപ്പൊ 6 മാസം വെയിറ്റ് ചെയ്യണല്ലോ ബാബയെ കാണാൻ. അപ്പൊ ബാബ പറയുന്നത് ലാസ്റ്റ് അല്ല, മാലയിലേക്ക് കോർക്കപ്പെടുന്നതിന്റെ ഫാസ്റ്റ് സീസണിന്റെ ദിനമാണ് ഇത്. മാലയിലേക്ക് കോർക്കപ്പെടുന്നതിന്റെ തീവ്രഗതിയുടെ ദിനമാണ്, തീവ്ര കാലഘട്ടത്തിന്റെ ദിനമാണ് ഇത്. അതുകൊണ്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഈ മാലാക്കെ മൺകി പിറോയെ നഹി ഫിക്സ് നഹി ഹുയി. ആർക്ക് വേണമെങ്കിലും മാലയിലെ മുത്തായിട്ട് മാറാം. എന്തുകൊണ്ടെന്നാൽ മുത്ത് ഇതുവരെയും ഫിക്സഡ് ആയിട്ടില്ല. മാലയിലെ മുത്ത് ഇതുവരെയും ഫിക്സഡ് ആക്കി വെക്കാൻ സാധിച്ചിട്ടില്ല. 3 സർട്ടിഫിക്കറ്റ് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാലയിൽ കോർക്കപ്പെടാൻ സാധിക്കും. जितना प्रत्यक्ष सबूत देने वाले प्रत्यक्ष चेहरे और चलन में देखेंगे उतना फिर से नई रंगत देखेंगे. ഇനി ബാബ പറഞ്ഞിട്ടുള്ളതിനെ പ്രത്യക്ഷ രീതിയിൽ തെളിവ് കാണിക്കുന്നവരാണ് പറയാ. തെളിവ് ഏതിലൂടെ കാണിക്കുക? മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെ. ബാബ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആ പ്രത്യക്ഷ തെളിവ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാലയിൽ കോർക്കപ്പെടും. അഗർ ആപ് ബി വഹി കെ വഹി രഹി തോ രംഗത്ത് ബി വഹി തേ വഹി. മാലയില് കളറുള്ള മുത്തുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ബാബ പറഞ്ഞ ആ കളറിലുള്ള മുത്തുകളുടെ വെറൈറ്റി മാലയെ ഭംഗിയുള്ളതാക്കിയിട്ട് മാറ്റും. അപ്പൊ ആ കളറും എങ്ങനെ എത്ര വരുന്നത്? താങ്കളുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയുള്ള ബാബ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ.
പക്ഷെ താങ്കൾ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നെങ്കിൽ മാലയിൽ വെറൈറ്റി വരില്ല, കളറിന് വ്യത്യാസം വരില്ല. അതുകൊണ്ട് നവീനത കൊണ്ടുവരൂ. പരിവാരത്തിലാണെങ്കിലും തീവ്ര പുരുഷാർത്ഥത്തിന്റെ അലകള് വ്യാപിക്കും. फिर आगे चलकर इतने वंडरफुल नजारे देखेंगे അല്ലെ. നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ബാബ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഓരോ ദൃശ്യങ്ങളായിരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോ കാണാം. അബ് തക് ഹുവാ വഹ ബീത, ഇതുവരെ സംഭവിച്ചത് കഴിഞ്ഞു അല്ലെ, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനി ചെയ്യുന്ന ഓരോ കാര്യത്തിലും പുതിയ ഉണർവും ഉത്സാഹവും അല്ലെ. ഇൻ പങ്ഖോസെ ഉടുത്തേച്ചൽ, ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ചിറകിനാൽ നിങ്ങൾ പറന്നുകൊണ്ടേയിരിക്കണം. ഉള്ളത് ബാക്കി ഇതുവരെ ചെയ്തത് ശരി, ഫുൾ സ്റ്റോപ്പ് ഇടൂ. ഇനിയുള്ളത് നിങ്ങൾ പുതിയ ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ചിറകുകളിലൂടെ പുതിയ പുരുഷാർത്ഥത്തിന്റെ രീതിയിൽ പറന്നുയരണം. ബാക്കി ജിനോനെ ബി ജോ സേവാ മേ സഹयोग दिया അർത്ഥാത് അപ്നാ ഭാഗ്യ ജമായ, ബാക്കി ആരെല്ലാമാണോ ഈശ്വരീയ സേവനത്തിന് സഹയോഗം നൽകിയിട്ടുള്ളത് അവരുടെ ഭാഗ്യം സമ്പാദിച്ചു, അവര് നല്ലതാണ് ചെയ്തത്. അത് ദേശത്തുള്ളവരായിക്കോട്ടെ വിദേശത്തിലുള്ളവരായിക്കോട്ടെ, നാനാവശത്തുള്ള സേവാധാരികൾ സേവനം ധാരാളം ചെയ്തിട്ടുണ്ട്. इसलिए सेवाधारियों को बाप दादा सदा यही कहते कि सेवाधारी अर्थात गोल्डन चांस का भाग्य लेने वाले. അല്ലെ, അവിടെ നടക്കുന്ന ആ സേവനത്തിന് എത്രത്തോളം സേവാധാരികൾ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ, സേവാധാരി അർത്ഥം ബാബ എപ്പോഴും എന്താ പറയാ, ഗോൾഡൻ ചാൻസ് നേടുന്നവർ അല്ലെ, ഗോൾഡൻ ചാൻസിന്റെ സുവർണ അവസരത്തിന്റെ ഭാഗ്യം എടുക്കുന്നവരാണ്. അഭി ഇസി ഭാഗ്യക്കോ ജഹാം ബി ജാഹോ വഹാം ബടാത്തേ രഹന. മധുബനിലേക്ക് വന്നു, സേവനം ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ നിങ്ങളുടെ സേവാസ്ഥാനത്തേക്ക് എവിടേക്കാണോ പോണത് അവിടെ പോയിട്ട് ഈ ഭാഗ്യത്തെ വിതരണം ചെയ്യൂ. ഒരിക്കലും ഈ ഭാഗ്യത്തെ കുറയ്ക്കരുത്. ഇവിടെ വന്നു വർദ്ധിച്ചു, ഇനി അവിടെ പോയിട്ട് ഇതിനെ എന്ത് ചെയ്യരുത്, നഷ്ടക്കച്ചവടം ചെയ്യരുത് പറയാ ബാബ. കുറയ്ക്കരുത്, നഷ്ടം വരുത്തി വെക്കരുത്, നിങ്ങൾ ഇതിനെ വർദ്ധിപ്പിക്കാൻ നോക്കും. ഇവിടുന്ന് പഠിച്ചതിനെ അവിടെ നമ്മൾ പോയിട്ട് പ്രയോഗിക്കാൻ നോക്കൂ പറയാ ബാബ. थोड़े समय का चांस सदा के लिए തീവ്ര പുരുഷാർത്ഥ കാ ഗോൾഡൻ ചാൻസ് ദിലാത്താര്. പിന്നെ മധുബനിൽ നമ്മളെ സേവനം ചെയ്യാൻ പോയാൽ നമുക്ക് കുറച്ച് സമയമല്ലേ സേവനം ചെയ്യാനുള്ള ചാൻസ് കിട്ടുള്ളൂ അല്ലെ. അതിപ്പോ നമ്മൾ എത്ര ദിവസം സേവാധാരിയായിട്ട് നിൽക്കും അത്രയും ദിവസം. പക്ഷേ കുറച്ച് സമയമേ ഉള്ളൂ എങ്കിലും തീവ്ര പുരുഷാർത്ഥത്തിന്റെ ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. സേവാധാരി ബീജോ ചലേ ഗയേ അഥവാ ജോ ജാ രഹേ. അതിനാൽ ഏതൊക്കെ സേവാധാരികളുണ്ടോ ബാബ പറയണ എല്ലാവർക്കും ബാബ ആശംസകൾ നൽകും അല്ലെ. മധുബനിലേക്ക് വന്ന് ഗോൾഡൻ ചാൻസ്, സേവനത്തിന്റെ ഗോൾഡൻ ചാൻസ് എടുത്തതിന് ബാബ ആശംസകൾ നൽകും. അച്ഛാ, സർവ റഹംദിൽ ശ്രേഷ്ഠാത്മാവും ബാബ പറയത് ദയാമനസ്കരായ സർവശ്രേഷ്ഠ ആത്മാക്കൾക്കും സദാ സ്വയത്തെ സ്വ ഉന്നതിയുടെ പറക്കുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നവരായ തീവ്ര പുരുഷാർത്ഥി ആത്മാക്കൾക്ക്, പറക്കുന്ന കലയിലേക്ക് കൊണ്ടുവന്ന തീവ്ര പുരുഷാർത്ഥി ആത്മാക്കൾക്ക് സദാ ഹർ സമയ ഏക് ബാപ് കോ സാത്ത് അനുഭവ കർണേ വാലെ അനുഭവി ആത്മാവും, എപ്പോഴും ഒരേ ഒരു ബാബയെ തന്നെ തന്റെ കൂടെ അനുഭവം ചെയ്യുന്ന അനുഭവികളായ ആത്മാക്കൾക്ക്, സദാ ബാബയുടെ ഹൃദയത്തിന്റെ ആശകൾ പൂർത്തീകരിക്കുന്ന കുലദീപങ്ങളായ ആത്മാക്കൾക്ക്, സദാ സ്വയത്തെ മാലയുടെ സമീപത്ത് മണിയാക്കി മാറ്റുന്ന അല്ലെ, കോർത്ത മാത്രം പോലെ സമീപത്ത് കിടക്കണല്ലോ, അങ്ങനെയുള്ള മണിയായി മാറുന്ന വിജയി ആത്മാക്കൾക്ക്, പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ ഓരോ സമയവും ബാബയെ ഫോളോ ചെയ്ത് ബാബ് സമാനമാകുന്ന കുട്ടികൾക്ക്, അതിസ്നേഹികളായ റൈറ്റ് ഹാൻഡ് കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേ. ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണയും നമസ്കാരം.